കഥ തുടരുന്നു. സെൽഫോണിൽ വെളുപ്പിന് 5 മണിക്ക് അലാറം മുഴങ്ങുന്നത് കേട്ടാണ് രാജീവ് ഉണർന്നത്. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൻ ചാടി എഴുന്നേറ്റു. ഒന്ന് കണ്ണടച്ചിട്ട് അല്പം നേരമേ ആയുള്ളൂ. അച്ഛന് കൊടുത്തിരുന്ന അവസാന സമയവും തീർന്നിരിക്കുന്നു. രാത്രി പലവട്ടം താൻ ആ മുറിക്ക് പുറത്തെത്തിയിരുന്നു. അച്ഛൻ അപ്പോഴൊന്നും ഉറങ്ങിയിരുന്നില്ല. വെന്റിലേഷനിലൂടെ വെളിച്ചം വരുന്നത് കാണാമായിരുന്നു. രാജീവ് വീണ്ടും അനിരുദ്ധൻ്റെ മുറിയിലെ വാതിൽക്കലെത്തി. ഇപ്പോഴും മുറിക്കുള്ളിൽ വെളിച്ചമുണ്ട്. അച്ഛാ, അവൻ വാതിലിൽ തട്ടി വിളിച്ചു. അകത്തുനിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. അച്ഛാ, വാതിൽ തുറക്ക്. അല്പം കൂടി ശബ്ദമുയർത്തി അവൻ. ബാമയും അപ്പോഴേക്കും ഓടിയെത്തി. എന്തായടാ? അറിയില്ല. ആയാലും ഇല്ലെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ചെയ്തോണം. ആർക്കും ഒരു സംശയത്തിനും ഇട കൊടുക്കരുത്. മകനെ തറപ്പിച്ചൊന്ന് നോക്കിയിട്ട് ബാമ തലയാട്ടി. രാജീവ് പിന്നിലേക്ക് നീങ്ങി നിന്നു. പിന്നെ സർവ്വശക്തിയും സമാഹരിച്ച് വാതിൽപ്പാളിയിൽ ആഞ്ഞൊന്ന് ചവിട്ടി. സാക്ഷ ഒടിയണ ശബ്ദം. വാതിൽ മലർക്കെ തുറക്കപ്പെട്ടു. ഇരുവരും ഉദ്വേഗത്തോടെ അകത്തേക്ക് നോക്കി. മേശയിലേക്ക് കമിഴ്ന്നിരിക്കുകയാണ് അനിരുദ്ധൻ. താൻ മധ്യത്തിൽ വിഷം കലർത്തി വെച്ചിരുന്ന ഗ്ലാസ് കാലിയായിരിക്കുന്നുവെന്ന് രാജീവ് കണ്ടു. അവൻ്റെ മുഖം തെളിഞ്ഞു. എന്നിട്ടും സംശയത്തോടെയാണ് അവൻ മുന്നോട്ടെടുത്തത്. മേശപ്പുറത്തേക്ക് തല ചായച്ചിരിക്കുന്ന അനിരുദ്ധൻ്റെ വായിൽ നിന്ന് ഒരു തരം കൊഴുത്ത ദ്രാവകം മേശയിലേക്ക് ഒഴുകി ഇറങ്ങിയിരിക്കുന്നു. കഴിഞ്ഞു. അതിനായി ഇനി പരിശോധിക്കേണ്ട കാര്യമില്ലായിരുന്നു അവന്. വാതിൽക്ക് തന്നെ നിൽക്കുമായിരുന്നു ബാമ. അച്ഛൻ പോയി അമ്മേ. ബാമ വല്ലാതെ ഒന്ന് തേങ്ങി. ഇത്രയും വേണ്ടായിരുന്നു രാജീവേ. അവർ മുഖം വെട്ടിച്ചു. ഒന്നുമല്ലേലും നിന്നെ ഇത്രയും വളർത്തി വലുതാക്കിയ ആളായിരുന്നില്ലടാ. ഒറ്റക്കുത്തിപ്പിൽ രാജീവ് ബാമയ്ക്ക് മുന്നിലെത്തി. ഡേ, ഒന്ന് ഞാൻ പറഞ്ഞേക്കാം. ആവശ്യമില്ലാത്തത് വല്ലതും ഈ നാവിൽ നിന്ന് വന്നാലുണ്ടല്ലോ, ആ ചത്തിരിക്കുന്ന അങ്ങേറ്റ കൂടെ നിങ്ങളെയും ഞാനങ്ങ് പറഞ്ഞു വിടും. പല്ലോത്തേക്ക്. അതും കൂടി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണോ തള്ളേ? അവൻ്റെ നേരെ നോക്കാനുള്ള കരുത്തില്ലാതെ ബാമ തല താഴ്ത്തി കളഞ്ഞു. തൻ്റെ ഉടൽ വിറച്ചു തുടങ്ങിയത് അവരറിഞ്ഞു. രാജീവ് തുടർന്നു. നിലവിളിയും നെഞ്ചത്തറിയുമൊക്കെ നേരം നന്നായിട്ട് വെളുത്തിട്ട് മതി. രാവിലെ വന്ന് വിളിച്ചപ്പോൾ അച്ഛൻ വാതിൽ തുറക്കുന്നില്ല. സംശയം തോന്നി. അവസാനം ഞാൻ വാതിൽ ചവിട്ടി തുറന്നപ്പോഴാണ് ഈ രംഗം കാണുന്നത്. ആര് ചോദിച്ചാലും അങ്ങനെയേ പറയാവൂ. പിന്നെ അച്ഛൻ ആത്മഹത്യ ചെയ്യാനുണ്ടായ കാര്യം, വക്കീൽ നോട്ടീസും കോടതി ഉത്തരവും ഒക്കെ തന്നെ. ബാമ തലയാട്ടി. രാജീവ് തിരികെ ചെന്ന് തലേന്ന് താൻ കൊണ്ടുവച്ച കയർ തിരിച്ചെടുത്തു. അപ്പോഴാണ് മേശപ്പുറത്തിരിക്കുന്ന കത്ത് അവൻ്റെ കണ്ണിൽപ്പെട്ടത്. രാജീവ് അതെടുത്ത് തിടുക്കത്തിൽ ഒന്ന് ഒളിച്ചു വായിച്ചു. മോനെ രാജീവ്, എല്ലാത്തിനും നന്ദിയുണ്ട് നിന്നോട് എനിക്ക്. സ്വന്തം മകനെന്ന് കരുതി നിന്നെന്നെ വളർത്തിയല്ലോ. എന്നിട്ടും അച്ഛന് മരിക്കാൻ 2 മാർഗങ്ങൾ നീ കാണിച്ചു തന്നു. എൻ്റെ കരണത്തടിച്ചു. എല്ലാം നന്നായി. ഇനി എനിക്ക് മോനോട് ഒരു അപേക്ഷയുണ്ട്. അതെങ്കിലും നീ സാധിച്ചു തരണം. എൻ്റെ മകൾ മീരയ്ക്ക് ഈ അച്ഛൻ്റെ ശവം ഒരു നോക്ക് കാണാനുള്ള അവസരമെങ്കിലും നീ കൊടുക്കണം. അനിരുദ്ധൻ. അവൻ ആ കടലാസ് ചുരുട്ടി തൻ്റെ പോക്കറ്റിൽ തിരുകി. കുഞ്ഞെ, ഡ്രൈവർ ദാസപ്പൻ വിളിച്ചപ്പോൾ ഗോകുൽ കണ്ണു തുറന്നു. നേരം വെളുത്തിരിക്കുന്നു. ആശുപത്രി ഇടനാഴിയിലെ ഫൈബർ കസേരയിൽ പിന്നോട്ട് ചാരിയിരുന്ന് ഒന്ന് കണ്ണടച്ചതായിരുന്നു അവൻ. ദാസപ്പൻ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൻ്റെ വാതിലിന് നേരെ കൈ ചൂണ്ടി. ഒരു തടിച്ച നേഴ്സ് ക്ഷമയേറ്റ് അവിടെ നിൽക്കുന്നത് കണ്ട് ഗോകുൽ വേഗം അവിടേക്ക് ചെന്നു. നിങ്ങളെ ഭാര്യയ്ക്ക് കാണണമെന്ന്. വരൂ. നേഴ്സിന് പിന്നാലെ അവൻ നേരത്തെ തണുപ്പ് തങ്ങി നിൽക്കുന്ന ICUവിനുള്ളിൽ കടന്നു. 3ാമത്തെ കിടക്കയിലായിരുന്നു മീര. തളർന്ന കണ്ണുകൾ കൊണ്ട് അവൾ അവനെ നോക്കുകയും ചിരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഗോകുലിന് അല്പം ആശ്വാസം തോന്നി. രാത്രി ഡോക്ടർ പറഞ്ഞ വാക്കുകളാണ് അവൻ്റെ മനസ്സിൽ തങ്ങി നിന്നിരുന്നത്. ഇപ്പോഴെങ്കിലും മീരയെ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ. ഉൾക്കിടിലമാണ് അപ്പോൾ തോന്നിയത്. ദീർഘമായി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവൻ കിടക്കയ്ക്കരികിലിരുന്നു. അവൾ എഴുന്നേൽക്കാൻ ഭാവിച്ചപ്പോൾ അവൻ തടഞ്ഞു. വേണ്ട, കിടന്നോളൂ. എൻ്റെ അച്ഛൻ. അവളുടെ ചുണ്ട് ചലിച്ചു. ഒന്നും സംഭവിച്ചിട്ടില്ല. മീര സമാധാനിച്ചോളൂ. അവൻ അവളുടെ മുടിയിൽ പതുക്കെ തലോടി. അവൾ അവൻ്റെ കൈ പിടിച്ച് തൻ്റെ കവളോട് ചേർത്തുകൊണ്ട് പതുക്കെ ചരിഞ്ഞു കിടന്നു. ഒരു പൂച്ച കുഞ്ഞ് കിടക്കുന്നത് പോലെയാണ് അവന് തോന്നിയത്. രാത്രി എന്നെ ഭയപ്പെടുത്തി കളഞ്ഞു കേട്ടോ, അവൻ പറഞ്ഞപ്പോൾ അവളൊന്ന് മൂളി. എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടിയിരുന്നില്ല. എങ്കിൽ ഗോകുലിൻ്റെ പ്രയാസങ്ങളൊക്കെ അതോടെ തീരില്ലായിരുന്നോ? ഇങ്ങനെയൊന്നും സംസാരിക്കരുത് മീരെ. അവൻ അവളുടെ വായ്പൊത്തി. പിന്നെ അവളൊന്നും പറഞ്ഞില്ല. ഇനി നിങ്ങൾ പുറത്തു പോകണം, നേഴ്സ് വന്ന് പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഭാര്യയെ റൂമിലേക്ക് മാറ്റും. ഗോകുൽ പുറത്തിറങ്ങി. ദാസപ്പൻ കാത്തു നിന്നിരുന്നു. കുഞ്ഞെ, ഇനി ഞാൻ പോകട്ടെ. മാഡം 2 തവണ വിളിച്ചു. മീരയ്ക്ക് എങ്ങനെയുണ്ടെന്ന് തിരക്കിയോ? ഇല്ല. ശരി, ദാസപ്പൻ പോയിക്കോളൂ. ദാസപ്പൻ പോയി. ഗോകുൽ വീണ്ടും ഫൈബർ കസേരയിലിരുന്നു. 11 മണിയോടെ മീരയെ റൂമിലേക്ക് മാറ്റി. വിളർച്ചയും ക്ഷീണവും അവൾക്ക് അപ്പോഴും ഉണ്ടായിരുന്നു. അവൻ ഓറഞ്ച് വാങ്ങിക്കൊണ്ടുവന്ന് അല്ലികൾ അടർത്തി അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. വേണ്ട ഗോകുൽ, അവൾ തല വെട്ടിച്ചു. ഒന്നിനും ഒരു രുചി തോന്നുന്നില്ല. എന്ന് പറഞ്ഞാൽ പറ്റില്ല. മീരയ്ക്ക് വേണമെങ്കിൽ പട്ടിണി കിടക്കാം. എന്നാൽ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് അത് കഴിയത്തില്ല. മീരയുടെ മനമൊന്ന് തുടിച്ചു. തൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് വളർന്നു വരുന്നത് താൻ പലപ്പോഴും മറന്നു പോകുന്നു. കുഞ്ഞിനെക്കുറിച്ചല്ലേ ഓർത്തത്? അവൻ ചോദിച്ചപ്പോൾ അവൾ ചിന്തയിൽ നിന്നുണർന്നു. മുഖത്ത് നാണം തൂവിയ ചിരി പടരുകയും ചെയ്തു. അവർ പലതും പറഞ്ഞിരുന്നു. എൻ്റെ അച്ഛന് ഒന്നും പറ്റിയിട്ടില്ലെന്ന് ഉറപ്പല്ലേ ഗോകുൽ? ഉറപ്പ്. പക്ഷേ എനിക്കിപ്പോഴും പേടിയാ. എന്ത് ചെയ്യാൻ മടിക്കാത്തവനാ രാജീവേട്ടൻ. എന്ന് വെച്ച് അച്ഛനെ കൊല്ലാനൊന്നും മനസ്സ് വരത്തില്ലെന്നേ. അവൻ അവളെ ആശ്വസിപ്പിച്ചു. അതുപോട്ടെ, എന്നെ എങ്ങനെ ഇവിടെ എത്തിച്ചു? അമ്മ വാതിൽ തുറന്നു തന്നോ?
അക്കാര്യമൊന്നും പറയണ്ട മീരെ. ഞാൻ നോക്കുമ്പോൾ നീ ചലനമില്ലാതെ കിടക്കുകയാ. വാതിലിൽ തട്ടി വിളിച്ചിട്ട് ആരും വന്ന് തുറന്നുമില്ല. എന്നിട്ട് മീര തലയണിലേക്ക് അല്പം കൂടി കയറി കിടന്നു. പിന്നെ ഒന്നും ചിന്തിച്ചില്ല ഞാൻ. ജനൽപ്പാളികൾ 3 തല്ലിപ്പൊള്ളിച്ചു. അപ്പോൾ അമ്മയ്ക്ക് ബോധമുണ്ടായി. വേഗം വന്ന് വാതിൽ തുറന്നു. പിന്നെ ദാസപ്പേട്ടനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോരുകയായിരുന്നു. വാസ്തവത്തിൽ മീര എന്നെ വല്ലാതെ ഭയപ്പെടുത്തി കളഞ്ഞു. ഇടയ്ക്കൊക്കെ ഒന്ന് ഭയക്കുന്നത് നല്ലതാ. മീര ചിരിച്ചു. അവൻ അവളുടെ കൈയെടുത്ത് തൻ്റെ വിരലുകൾക്കിടയിൽ കോർത്തു പിടിച്ചു. ഇനി ഞാൻ പറയാൻ പോകുന്നത് മീര ശ്രദ്ധിച്ച് കേൾക്കണം. അവൻ്റെ ശബ്ദത്തിൽ വന്ന ഗൗരവം അവൾ മനസ്സിലാക്കി. കേൾക്കാം. അതായത് അവൻ പറഞ്ഞു തുടങ്ങി. മീരയ്ക്ക് ശരിക്കും വിശ്രമം വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഗോകുലത്തിൽ അതിന് കഴിയുമെന്ന് മീരയ്ക്ക് തോന്നുന്നുണ്ടോ? അതല്ലെങ്കിൽ എല്ലാവരോടും മത്സരിച്ച് പിടിച്ചു നിൽക്കാനുള്ള മനസ്സുണ്ടാകണം. ഒപ്പം ഞാനും കാണുമെന്ന് കൂട്ടിക്കോളൂ. മീര ശിരസ് ഇടമലം വെട്ടിച്ചു. അങ്ങനെ മറ്റുള്ളവരുമായി വഴക്കടിച്ച് ജീവിക്കാൻ എനിക്ക് കഴിയില്ല ഗോകുൽ. കഷ്ടപ്പാടുകൾ എത്ര ഉണ്ടായാലും ഗോകുലത്തിൽ നിന്ന് തൽക്കാലം എനിക്ക് മാറി നിൽക്കാനും കഴിയില്ല. ഗോകുൽ എൻ്റെ ഒപ്പം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവ തന്നെ ഏറ്റവും വലിയ ആശ്വാസം. അവൾ അവൻ്റെ കൈവിരലുകളിൽ മുറുകെ പിടിച്ചു. മറ്റൊന്നുകൂടി പറയാനാണ് ഞാൻ ഭാവിച്ചത്. ഗോകുൽ തൻ്റെ യഥാർത്ഥ ഉദ്ദേശത്തിലേക്ക് കടന്നു. മീരയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ദേവനല്ലെന്ന് നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. എങ്കിൽ പിന്നെ അതാരാണെന്ന് എന്നോട് മാത്രമെങ്കിലും പറയൂ. എന്ത് ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും ഞാൻ അവനെ കൊണ്ട് മീരയെ കല്യാണം കഴിപ്പിക്കും. ഇത്തവണ ഉച്ചത്തിൽ ചിരിച്ചുപോയി മീര. ഗോകുൽ അമ്പരന്നു. മീര പറഞ്ഞു. ഗോകുൽ തന്നെയൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇത്രയും കാലം നമ്മൾ ഒരേ വീട്ടിൽ ഒരു മുറിയിൽ കഴിഞ്ഞു. നമ്മൾ തമ്മിൽ അരുതാത്തതൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ഈ ഒറ്റ കാര്യം കൊണ്ട് തന്നെ എന്നെ വേണ്ടെന്ന് പറയില്ലേ? ഗോകുലിൻ്റെ പുരുകം ചുളിഞ്ഞു. മുഖം വാടി. മീര പിന്നെയും ചിരിച്ചു. എന്നും ഒരു ശല്യമായിട്ട് ഞാൻ കൂടെ തന്നെ കാണുമല്ലോ എന്നോർത്ത് ഗോകുൽ വിഷമിക്കേണ്ട. വളഞ്ഞ വഴിയിലൂടെയാണെങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ ഞാൻ തളയ്ക്കും. അവളുടെ മുഖം മുറുകുന്നതും വാക്കുകൾക്ക് ശക്തി കൂടുന്നതും അവനറിഞ്ഞു. അവൻ്റെ കൂടെ സന്തോഷമായിട്ട് കഴിയാനല്ല എന്നെ ചതിച്ചതിന് പകരം വീട്ടാൻ. ഗോകുൽ എന്തോ പറയാൻ ഭാവിക്കുമ്പോൾ നേഴ്സ് വാതിൽക്കിലെത്തി. ഗോകുലിന് ഫോണുണ്ട്. അവൻ നേഴ്സുമാരുടെ ഡ്യൂട്ടി റൂമിനടുത്ത് ചെന്ന് റിസീവർ എടുത്തു. അപ്പുറത്ത് ദാസപ്പനായിരുന്നു. കുഞ്ഞെ, മീരക്കുഞ്ഞിൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തു. മുഴുവൻ കേട്ടില്ല ഗോകുൽ. അവന് തല കറങ്ങി. ദാസപ്പൻ പിന്നെയും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. റിസീവർ വെച്ച് മെല്ലെ തിരിഞ്ഞു നടക്കുമ്പോൾ അവൻ്റെ ചിന്ത ഇതായിരുന്നു. മീരയോട് വിവരം പറഞ്ഞാൽ അവൾ വീണ്ടും കഴിഞ്ഞ രാത്രിയേതുപോലെ പ്രഷർ കൂടിയിട്ട് അപകടത്തിലായാലോ? എന്തു വേണം? പറയാതിരുന്നാൽ അതൊരു പാപമല്ലേ? കുഞ്ഞിന് ശിരസോടെ അവൻ മുറിയിൽ ചെന്ന് കയറി. മീനാക്ഷിയമ്മ ഇൻ്റർകോമിലൂടെ മാനേജർ രാമസ്വാമിയെ വിളിച്ചു വരുത്തി. മാഡം. അയാൾ വന്ന് ഭവ്യതയുടെ നിന്നു. ഗോകുലം അച്ചാർ കമ്പനിയുടെ പേരിൽ ഏറ്റവും മുന്തിയ ഒരു റീത്ത് വയ്ക്കണം അനിരുദ്ധന്. അതിനുവേണ്ട ഏർപ്പാടുകൾ ചെയ്തോളൂ. രാമസ്വാമിയുടെ മുഖം കുനിഞ്ഞു. എന്താടോ, പഴയ മുതലാളിയുടെ മരണം നിങ്ങളെയും വേദനിപ്പിച്ചോ? ചിരിക്കുകയാണ് മീനാക്ഷിയമ്മ. നോ മാഡം. നല്ലത്. വേദനിക്കാൻ പാടില്ല. നമ്മുടെ ശത്രുക്കളുടെ പതനത്തിൽ നാം സന്തോഷിക്കുകയാണ് വേണ്ടത്. പക്ഷേ റീത്ത് വയ്ക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ ദുഃഖിതരാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുകയും വേണം. പോരെങ്കിൽ എൻ്റെ മരുമകളുടെ അച്ഛനല്ലേ അനിരുദ്ധൻ? സ്വാമി തലയാട്ടി. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അനിരുദ്ധൻ്റെ ശരീരം തറവാട്ടിൽ കൊണ്ടുവന്നപ്പോൾ 4 മണി കഴിഞ്ഞു. ആളുകൾ തിങ്ങിക്കൂടി നിൽപ്പുണ്ടായിരുന്നു. ഭർത്താവിൻ്റെ മൃതദേഹത്തിനരികിൽ ഭാമ നെഞ്ചത്തടിച്ച് വിലപിക്കുന്നുണ്ടായിരുന്നു. രാജീവ് കുറച്ചകലെ മാറി ദുഃഖം ഭാവിച്ചിരിക്കുകയാണ്. വിവരമറിഞ്ഞ് തിരുവനന്തപുരത്ത് നിന്നെത്തിയ പ്രസാദും പിന്നെ സാഗതത്തിലെ സന്ദീപും ഉണ്ടായിരുന്നു അവൻ്റെ അരികിൽ. എനിക്കിത് താങ്ങാൻ കഴിയുന്നില്ലടാ. രാജീവ് കണ്ണു തുറച്ചു. അച്ഛൻ്റെ ഈ ആത്മഹത്യക്ക് കാരണക്കാരി അവർ ഒരുത്തിയ മീനാക്ഷിയമ്മ. വിടത്തില്ല ഞാൻ അവരെ. അക്കാര്യമൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാൻ രാജീവേ. തൽക്കാലം നീ ഒന്നടങ്ങ്. സന്ദീപ് അവൻ്റെ തോളിൽ തട്ടി. അപ്പോഴാണ് ഗേറ്റ് കടന്ന് മീനാക്ഷിയമ്മയുടെ കാർ മുറ്റത്തെത്തിയത്. ദാ അവർ വന്നു. സന്ദീപ് ശബ്ദം താഴ്ത്തി. രാജീവ് തിരിഞ്ഞു നോക്കി. കാറിൻ്റെ പിൻസീറ്റിൽ നിന്ന് മീനാക്ഷിയമ്മയും മുൻസീറ്റിൽ നിന്ന് റീത്തുമായി രാമസ്വാമിയും ഇറങ്ങുന്നത് കണ്ടു. രാജീവ് പല്ല് ഞെരിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു. ഇല്ല, എൻ്റെ അച്ഛനെ അവർ കാണണ്ട. ഞാൻ സമ്മതിക്കത്തില്ല. ആളുകൾ അവിടേക്ക് ശ്രദ്ധ തിരിച്ചു. ഈ നേരത്തല്ല പ്രതികരിക്കേണ്ടത്. ഇതൊരു മരണവീടാണ്. പ്രസാദ് അവനെ പിടിച്ചിരുത്തി. എനിക്കും അവരോട് പകയുണ്ട് രാജീവേ. എങ്കിലും ഈ നേരത്ത് നീ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്, സന്ദീപം പറഞ്ഞു. രാജീവ് അനിഷ്ടത്തോടെയാണെങ്കിലും അല്പം ഒന്നടങ്ങി. സ്വാമിയുടെ കയ്യിൽ നിന്ന് റീത്ത് വാങ്ങി അനിരുദ്ധൻ്റെ നെഞ്ചിലേക്ക് വയ്ക്കുമ്പോൾ മീനാക്ഷിയമ്മയുടെ മനസ്സ് അലറിച്ചിരിക്കുകയായിരുന്നു. തന്നെയും ഭർത്താവിനെയും തമ്മിൽ അകറ്റിയവൻ. എല്ലാ കള്ളക്കളികൾക്കും കൂട്ടുനിന്ന് തൻ്റെ ഭർത്താവിനെ മറ്റൊരു സ്ത്രീക്ക് നൽകിയവൻ. മീനാക്ഷിയമ്മയുടെ കണ്ണുകൾ ഭാമയിൽ പതിഞ്ഞു. ഭാമയും അവരെ തന്നെ നോക്കുകയായിരുന്നു. 4 കണ്ണുകളിലും പകയുടെ കുഞ്ഞു സർപ്പങ്ങൾ ഫണമുയർത്തിയെങ്കിലും ആരും ഒന്നും പറഞ്ഞില്ല. അല്പനേരം കൂടി അവിടെ നിന്നിട്ട് മീനാക്ഷിയമ്മ പിന്തിരിഞ്ഞു. രാജീവിനെ കണ്ട് നേരെ അവൻ്റെ മുന്നിലെത്തി. അവൻ വെറുപ്പിൽ മുഖം തിരിച്ചു. മീനാക്ഷിയമ്മ ശബ്ദം താഴ്ത്തി. മറ്റുള്ളവർ നിന്റെ അച്ഛൻ്റെ മരണം ആത്മഹത്യയാണെന്ന് വിശ്വസിച്ചേക്കാം. പക്ഷേ സത്യം അറിയാവുന്നവളാണ് ഞാൻ. രാജീവ് അമ്പരപ്പോടെ മുഖമുയർത്തി. പ്രസാദിനെയും സന്ദീപിനെയും കൂടി ഒന്ന് നോക്കിയിട്ട് അവർ തുടർന്നു. അനിരുദ്ധൻ്റെ മകനല്ല നീയെന്ന് എനിക്കറിയാം. ഇന്നലെ രാത്രിയിൽ നീ മദ്യം വിഷം കലർത്തി അനിരുദ്ധന് നൽകി. അത് കുടിക്കണമെന്നും അല്ലെങ്കിൽ തൂങ്ങി ചത്തുകൊള്ളണമെന്നും പറഞ്ഞ് ഒരു കയറും അയാൾക്ക് മുന്നിൽ കൊണ്ടുവച്ചത് എനിക്കറിയാം. വെളുപ്പിന് 5 മണിക്കുള്ളിൽ അയാൾ സ്വയം മരിച്ചില്ലെങ്കിൽ നീ കൊന്നു കളയുമെന്നും പറഞ്ഞു. ആ വാക്ക് നീ പാലിച്ചു.
വേണമെങ്കിൽ ഈ നിമിഷം എനിക്ക് നിന്നെ പോലീസിൽ ഏൽപ്പിക്കാം. എന്താടാ, വേണോ? വിറച്ചുപോയി രാജീവിന് മിണ്ടാനായില്ല. തൽക്കാലം ഞാൻ പോകുന്നു. എനിക്കെതിരെ വരണമെന്ന് നിനക്കൊരിക്കലും തോന്നാതിരിക്കാനാണ് ഞാനിത് പറഞ്ഞത്. പിന്നെ നീ ഒപ്പിട്ട് വാങ്ങിയിരിക്കുന്ന രേഖകളുണ്ടല്ലോ അനിരുദ്ധനിൽ നിന്ന്, അതൊന്നും എനിക്കെതിരെ പ്രയോഗിക്കാമെന്ന് കരുതണ്ട. മീനാക്ഷിയമ്മ തിരിച്ചു നടന്നു. അവർ കാറിൽ കയറുന്നതുവരെ അനങ്ങാനായില്ല രാജീവിന്. മീരയെ ചികിത്സിച്ച ഡോക്ടർ ഉച്ചയ്ക്ക് ശേഷമാണ് ആശുപത്രിയിലെത്തിയത്. അപ്പോൾ തന്നെ ഗോകുൽ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി. അവളുടെ അച്ഛൻ്റെ മരണവിവരം അറിയിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് ആരാഞ്ഞു. അല്പനേരം ചിന്തിച്ചിട്ടാണ് ഡോക്ടർ മറുപടി പറഞ്ഞത്. മീരയുടെ നിലയിൽ ഇപ്പോൾ കാര്യമായ വ്യത്യാസമുണ്ട്. എന്നിരുന്നാലും ഈ വാർത്ത പെട്ടെന്ന് പറഞ്ഞാൽ അവൾക്ക് അതൊരു ഷോക്കാവും. പക്ഷേ പിന്നീടായാലും ഈ വിവരം അറിഞ്ഞ് അവൾക്ക് ഷോക്കുണ്ടാകില്ലെന്നും പറയാനാവില്ല. പിന്നെ എന്ത് ചെയ്യും ഡോക്ടർ? അച്ഛനെ അവസാനമായി അവൾക്കൊന്ന് കാണാൻ കൂടി കഴിഞ്ഞില്ലെങ്കിൽ? ഗോകുൽ പ്രത്യാശയോടെ ഡോക്ടറെ നോക്കി. ഡോക്ടർ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. ഞാൻ കൂടി വരാം. വളരെ സൂക്ഷിച്ച പ്രശ്നം അവതരിപ്പിക്കാവൂ. ഗോകുലും ഡോക്ടർ മുറിയിലെത്തി. മീര എഴുന്നേറ്റിരിക്കുകയായിരുന്നു. മീര എപ്പോഴെങ്ങനെയുണ്ട്? ഡോക്ടർ അവളുടെ നാഡിമിടിപ്പ് പരിശോധിച്ചു. കുഴപ്പമില്ല. എനിക്ക് വീട്ടിൽ പോകാമോ ഡോക്ടർ? മീര ചോദിച്ചു. എന്താ അത്ര തിടുക്കം? അവൾ മിണ്ടിയില്ല. മീരയ്ക്ക് ആദ്യം വേണ്ടത് ഉറച്ചൊരു മനസ്സാണ്. എന്ത് കേട്ടാലും കണ്ടാലും പിടിച്ചു നിൽക്കാനുള്ള മനസ്സ്. എന്താ? അവൾ തലയാട്ടി. ശ്രമിക്കാൻ ഡോക്ടർ. മിടുക്കി. അദ്ദേഹം അവളുടെ തോളിൽ തട്ടി. നോക്ക്, ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്നിരിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടുപോയെന്നിരിക്കും. അച്ഛൻ, അമ്മ, ഭർത്താവ്, മക്കൾ, ഇങ്ങനെ. ഈ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ പിടിച്ചു നിന്നില്ലെങ്കിൽ ലോകം തന്നെ ഉണ്ടാകുമോ? മീര സന്ദേഹത്തോടെ ഡോക്ടറെ നോക്കി. ഇപ്പോഴിങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാ ഡോക്ടർ? ഒന്നുമില്ല, ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ മീരയ്ക്ക് വളരെ പ്രിയപ്പെട്ട ആരെങ്കിലും മരിച്ചെന്നിരിക്കട്ടെ. മീര എങ്ങനെ പ്രതികരിക്കും? മീര പെട്ടെന്ന് ഗോകുലിന് നേരെ തിരിഞ്ഞു. അവൻ മുഖം കുനിച്ചു. ഗോകുൽ, എനിക്ക് മനസ്സിലാകുന്നു. എൻ്റെ അച്ഛന് അപകടം പറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അവരച്ഛനെ കൊല്ലുമെന്ന്. അവൾ ചാടി എഴുന്നേറ്റു. ഇല്ല മീര, അങ്ങനെയൊന്നുമില്ല. ഗോകുൽ അവളെ തടയാനാഞ്ഞു. ഞാൻ വിശ്വസിക്കില്ല. ഗോകുലും ഡോക്ടറും കൂടി എന്നെ പറ്റിക്കുക. അവനെ തള്ളി മാറ്റി അവൾ പുറത്തേക്ക് ഓടി. മീര നിൽക്ക്, ഞാനൊന്ന് പറയട്ടെ. അവൻ പിന്നാലെ ഓടി. പക്ഷേ ബാധയേറ്റതുപോലെ മീര കോണിപ്പടികൾ വഴി താഴേക്ക് പാഞ്ഞു. പിന്നെ മുറ്റത്തേക്ക്, റോഡിലേക്ക്. ഗോകുൽ മുറ്റത്തെത്തിയതേ ഉള്ളൂ. റോഡിൽ പാഞ്ഞു വന്ന ഒരു ബസ്സിൻ്റെ നീണ്ട ഹോണും ബ്രേക്കിടുന്ന ഒച്ചയും. അതിനിടയിൽ ഒരലർച്ച. മീര! ഗോകുലിൻ്റെ ഇടനെഞ്ചിൽ നിന്ന് ഒരു വിളി ഉയർന്നെങ്കിലും അത് നാവ് വിട്ട് പുറത്തു വന്നില്ല. വിഹുലമായ കണ്ണുകൾ പക്ഷേ ഗേറ്റിലേക്കായിരുന്നു. ആളുകൾ ഓടിക്കൂടുന്നു. റോഡ് ബ്ലോക്കാവുന്നു. നോ! നഷ്ടപ്പെട്ട പ്രാണവായു പെട്ടെന്ന് തിരിച്ചു കിട്ടിയതിൻ്റെ ആവേശത്തിൽ അവൻ വീണ്ടും മുന്നോട്ട് കുതിച്ചു. ബസ്സിനുള്ളിൽ നിന്ന് ആളുകൾ തല പുറത്തേക്ക് നീട്ടി. എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. അതിനിടയിൽ ഡ്രൈവറുടെ ശബ്ദം മുഴങ്ങിക്കേട്ടു. ചാകാനാണെങ്കിൽ അതിന് വേറെ എത്രയോ മാർഗങ്ങളുണ്ട് പെങ്ങളെ. പാവപ്പെട്ടവൻ്റെ അത്താഴം മുട്ടിക്കല്ലേ? ആളുകളെ തള്ളിമാറ്റി മുന്നോട്ട് കയറിയ ഗോകുൽ കണ്ടു. ബസ് മുട്ടി ഇല്ല എന്ന അവസ്ഥയിൽ റോഡിന് നടുവിൽ നിൽക്കുന്ന മീര. കൈകളുയർത്തി കാതുകൾ പൊത്തിപ്പിടിച്ചിരിക്കുകയാണ് അവൾ. കണ്ണുകൾ ഇറുക്കി അടച്ചിരിക്കുന്നു. ഭാഗ്യം, മീരയെ ബസ് മുട്ടിയിട്ടില്ല. മീരേ! ഏയ്! ഇടം കൈ ഇടുപ്പിലൂടെ ചുറ്റി അവൻ അവളെ ചേർത്ത് പിടിച്ചു. ഗോകുൽ! ഒന്നും വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ അവൾ അവനെ പകച്ചു നോക്കി. എന്താണുണ്ടായത്? തൊട്ടുമുന്നിൽ മിന്നായം പോലെ ബസ്സിൻ്റെ മുഖം കണ്ടത് മാത്രമേ ഓർമ്മയുള്ളൂ. എനിക്ക് അച്ഛനെ കാണണം. അവൾ കുതറാൻ തുടങ്ങി. കാണിക്കാം. ആദ്യം നീ റോഡിൽ നിന്ന് മാറ്. ആ പിടിവലി കാണികൾക്ക് നന്നേ രസിച്ചു. അപ്പോഴേക്കും ഡോക്ടറും ആശുപത്രിയിലെ അറ്റൻഡർമാരും കൂടി അങ്ങ് എത്തിക്കഴിഞ്ഞു. അവർ ബലമായി തന്നെ മീരയെ ആശുപത്രിക്കുള്ളിലേക്ക് കൊണ്ടുപോയി. അവളുടെ എതിർപ്പിനെ വകവയ്ക്കാതെ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. അതോടെ മീര ഒന്നടങ്ങി. പതുക്കെ കണ്ണുകൾ അടഞ്ഞു വന്നു. അപ്പോഴും ചുണ്ടുകൾ അച്ഛൻ അച്ഛൻ എന്ന് പിറുപിറുത്തുകൊണ്ടിരുന്നു. ക്രമേണ അവൾ മയക്കത്തിലായി. ഗോകുൽ ആശ്വാസപൂർവ്വം ഒന്ന് നിശ്വസിച്ചു. വൈകിട്ട് പ്രസാദ് ആശുപത്രിയിലെത്തി. അപ്പോഴും മീര മയക്കത്തിലായിരുന്നു. എങ്കിലും അവനെ പുറത്ത് മാറ്റി നിർത്തിയാണ് ഗോകുൽ സംസാരിച്ചത്. മീരയുടെ അച്ഛൻ്റെ ശവമടക്ക് കഴിഞ്ഞോ പ്രസാദേ? കഴിഞ്ഞു. മീനാക്ഷിയമ്മ റീത്ത് വയ്ക്കാൻ ചെന്നതും മറ്റും പ്രസാദ് അവനെ പറഞ്ഞു കേൾപ്പിച്ചു. അതോടെ മീര പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും ശരി തന്നെയാണെന്ന് ഗോകുലിന് വ്യക്തമായി. രാജീവ് അനിരുദ്ധൻ അങ്കിളുടെ മകനായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ തീർച്ചയായും രാജീവിന് പങ്കുണ്ട്. തൻ്റെ സംശയം പ്രസാദിനോട് തുറന്നു പറയാനും ഗോകുൽ മടിച്ചില്ല. പ്രസാദ് ഒരു നിമിഷം മൗനമായി നിന്നു. അങ്ങനെയെങ്കിൽ പോലീസിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്താലോ ഗോകുലെ? ഇടം കണ്ടിട്ട് പ്രസാദ് ഗോകുലിനെ നോക്കി. ഗോകുൽ വേണമെന്നോ വേണ്ടെന്നോ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ഒന്ന് തലയാട്ടിയതേയുള്ളൂ. ഉത്രമോൾക്ക് എങ്ങനെയുണ്ട്? അവൻ വിഷയം മാറ്റി. ഓപ്പറേഷൻ കഴിഞ്ഞു. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകും. എങ്കിലും ഇനി എഴുന്നേറ്റ് നടക്കുന്ന കാര്യമാണ് പ്രയാസം. ആ ചെറുക്കനെന്ത് ചെയ്തു? കോഴിയമ്മണിയുടെ മോനെ കേസെടുക്കാതെ അവനെ വിട്ടു. പക്ഷേ ഇനിയൊരിക്കലും ശരിക്കും ശ്വാസം വിടാത്ത മാതിരി SI പെരുമാറിയിട്ടുണ്ട്. ഗോകുലിൻ്റെ നെറ്റി ചുളിഞ്ഞു. ഇത്രയൊക്കെ ആയിട്ടെന്താ കേസ് വേണ്ടെന്ന് വെച്ചത്? കേസായാൽ തറവാടിന് കൂടുതൽ നാണക്കേട് ഉണ്ടാകുകയല്ലേ ഉള്ളൂ. അതുകൊണ്ട് മീനാക്ഷി ആൻറ്റി തന്നെയാ ഇങ്ങനെ ഒരു പ്രൊപ്പോസൽ വെച്ചത്. തറവാടിൻ്റെ മാനം. ഗോകുൽ പുച്ഛിച്ച് ചിരിച്ചു. ജീവിച്ചിരിക്കുന്ന അച്ഛൻ്റെ ഫോട്ടോയിൽ അമ്മ മാലയിട്ട് വിളക്ക് വച്ചപ്പോൾ തന്നെ പോയതല്ലേ പ്രസാദേ തറവാടിൻ്റെ മാനം? പ്രസാദിന് മറുപടിയില്ലായിരുന്നു.
അവൻ യാത്ര പറഞ്ഞു. നേരെ ചെന്നത് രാജുവിൻ്റെ അരികിലേക്ക് തന്നെയാണ്. അനിരുദ്ധൻ്റെ എരിഞ്ഞടങ്ങുന്ന ചിതയിലേക്ക് നോക്കി മങ്ങിയ വെളിച്ചത്തിൽ മുറ്റത്തെ മാവിൻ ചൂട്ടിൽ 2 കസേരകളിൽ ഇരിക്കുകയായിരുന്നു രാജുവും ശർമ്മിളയുടെ സഹോദരൻ സന്ദീപും. അവർക്ക് മുന്നിൽ ഒരു ടീപ്പോയിൽ പകുതിയൊഴിഞ്ഞ മദ്യക്കുപ്പിയും ഉണ്ടായിരുന്നു. ബാമാൻ്റെ എന്തിയെ? കസേര വലിച്ചിട്ട് ഇരിക്കുന്നതിനിടയിൽ പ്രസാദ് തിരക്കി. കിടക്കുകയാ. രാജു ഒരു ഗ്ലാസ് നീക്കി വെച്ച് മദ്യം പകർന്നു. കഴിക്ക്. പ്രസാദ് അതിൽ വെള്ളമൊഴിച്ച് ഒരു കവിൾ കുടിച്ചു. പോയ കാര്യം എന്തായി? സന്ദീപിന് അതറിയാനായിരുന്നു തിടുക്കം. അവരുടെ ഭാഗത്തുനിന്ന് പോലീസ് കേസോ മറ്റോ? ഗോകുൽ തീർത്തൊന്നും പറഞ്ഞില്ല. മീര സരേഷിൻ്റെ മയക്കത്തിലായിരുന്നു. ആശുപത്രിയിലെ സംഭവങ്ങൾ പ്രസാദ് വിവരിച്ചു. അല്ല, ഇനിയിപ്പോൾ കേസ് കൊടുത്തിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ സൂയിസൈഡാണെന്ന് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. എരിഞ്ഞടങ്ങിയ ശരീരത്തിൽ നിന്ന് ഇനിയൊന്നും കിട്ടാൻ പോകുന്നില്ല താനും. സന്ദീപ് രാജുവിനെ നോക്കി. മങ്ങിയ ഇരുട്ടിലും ആ മുഖം ചിന്താകുലമാണെന്ന് അവൻ കണ്ടു. നീ എന്താ ചിന്തിക്കുന്നത്? അവൾ കേസ് കൊടുത്താൽ എൻ്റെ സ്വത്തുക്കളും മറ്റും ഫ്രീസ് ചെയ്യണമെന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കുകയോ മറ്റോ ചെയ്താൽ തലവേദനയാകും. രാജുവിൻ്റെ പല്ലുകൾ ഞെരിയാൻ തുടങ്ങി. അങ്ങനെ ഒരു നീക്കമുണ്ടെങ്കിൽ മീരയും ഗോകുലും പിന്നെ ഈ ഭൂമുഖത്ത് ഉണ്ടാവില്ല. സത്യം. ഉറച്ചതായിരുന്നു അവൻ്റെ വാക്കുകൾ. പ്രസാദും സന്ദീപും ഒന്നും ഞെട്ടിയെങ്കിലും അതവർ പുറത്തു കാണിച്ചില്ല. പിറ്റേന്ന് രാവിലെയാണ് മീരയ്ക്ക് ശരിക്കും സരേഷിൻ്റെ മയക്കം മാറിയത്. കാനിയിൽ നിന്ന് ചായ വാങ്ങിക്കൊണ്ടുവന്ന ഗോകുൽ നോക്കുമ്പോൾ കിടക്കയിൽ എഴുന്നേറ്റിരുന്ന് കൈവിരലുകൾ പരസ്പരം കോർത്ത് ഞൊട്ടവിടുകയും സ്വയം എന്തൊക്കെയോ പിറുപിറുക്കുകയും ചെയ്യുകയാണ് മീര. മീരെ, അവൻ വിളിച്ചു. പക്ഷെ അവൾ മുഖം വെട്ടിച്ചു. രാവിലെ തന്നെ പിടങ്ങിയോ? ചായ മേശപ്പുറത്ത് വെച്ചിട്ട് അവൻ തിരികെ വന്ന് അവളുടെ അടുത്തിരുന്നു. എന്താ കാര്യം? ഞാൻ കൂടി അറിയട്ടെ? മീര ഗൗരവത്തിൽ അവനെ നോക്കി. എന്തു വന്നാലും എൻ്റെ കൂടെ നിൽക്കുമെന്ന് ഇന്നലെ ഗോകുൽ എന്നോട് പറഞ്ഞില്ലേ? പറഞ്ഞു. അതിന്? ഗോകുൽ നെറ്റി ചുളിച്ചു. എനിക്കത് പൂർണ്ണമായും വിശ്വസിക്കാമോ? എന്താ സംശയം? മീര അമർത്തിയൊന്ന് മൂളി. എങ്കിൽ ഗോകുൽ എൻ്റെ കൂടെ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരണം. അച്ഛൻ്റെ മരണം കൊലപാതകമാണെന്നും രാജീവേട്ടനാണ് അതിന് പിന്നിലെന്നും എനിക്ക് തുറന്നു പറയണം. പ്രത്യാശയോടെ അവൾ അവനെ നോക്കി. ഞാൻ വരാം, അവൻ സമ്മതിച്ചു. പക്ഷേ ഇതൊക്കെ തെളിയിക്കുവാൻ എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ പക്കൽ? ഉണ്ട്. ജിജ്ഞാസ കൊണ്ട് ഗോകുലിൻ്റെ കണ്ണുകൾ തള്ളി. എന്ത് തെളിവ്? അതൊക്കെ പിന്നീട് പറയാം. നേരത്തെ അറിഞ്ഞാൽ ഒരു പക്ഷേ ആ തെളിവ് നശിപ്പിക്കപ്പെടുമോ എന്ന് പോലും ഞാൻ ഭയപ്പെടുന്നു. ഓക്കെ, അവൻ തലയാട്ടി. അന്ന് തന്നെ ഡോക്ടർ നിർബന്ധിച്ച് ഗോകുൽ മീരയെ ഡിസ്ചാർജ് ചെയ്യിപ്പിച്ചു. അവിടെ നിന്ന് അവർ എഴുതി തയ്യാറാക്കിയ പരാതിയുമായി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. SI സത്യപാലൻ സ്ഥലത്തുണ്ടായിരുന്നു. അവരെ കണ്ടപ്പോഴേ പുച്ഛം നിറഞ്ഞ ഒരു ചിരി അയാൾക്കുണ്ടായി. എങ്കിലും ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നിട്ട് ഗോകുൽ പരാതി ഇൻസ്പെക്ടറുടെ കയ്യിൽ കൊടുത്തു. അതൊന്ന് ഓടിച്ചു വായിച്ചിട്ട് SI ഇരുവരെയും മാറി മാറി നോക്കി. വെറുതെ പോലീസിന് ജോലി ഉണ്ടാക്കി വയ്ക്കാം എന്നല്ലാതെ ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്, പറഞ്ഞത് മീരയാണ്. അതിനുള്ള തെളിവ്? ഗോകുൽ അറിയിച്ചു. ആദ്യം പോലീസിൻ്റെ അന്വേഷണം നടക്കട്ടെ സാറേ. ആവശ്യമുള്ള സമയത്ത് തെളിവ് ഹാജരാക്കാം. അത് ശരി. SI ചിരിച്ചു. എന്നെ തീരെ വിശ്വാസമില്ലെന്നർത്ഥം. അനുഭവം അതാണല്ലോ. ശരി. SI ഒന്ന് തലയാട്ടി. അന്വേഷിക്കാം. ഗോകുലും മീരയും മടങ്ങിയ ഉടനെ സത്യപാലൻ ഫോണെടുത്ത് ഒരു നമ്പറിലേക്ക് വിളിച്ചു. ഓട്ടോയിലാണ് മീരയും ഗോകുലും ഗോകുലത്തിൻ്റെ മുറ്റത്തെത്തിയത്. അപ്പോൾ സമയം 4 മണി കഴിഞ്ഞിരുന്നു. പോർച്ചിൽ കാർ കിടക്കുന്നത് കണ്ടപ്പോൾ ഗോകുലിന് അത്ഭുതം തോന്നി. അമ്മ ഈ നേരത്ത് കമ്പനിയിൽ നിന്ന് മടങ്ങി വരാറില്ലല്ലോ. അതോ ഇന്നും പോയില്ലേ? അവൻ കീശയിൽ നിന്ന് പണം എടുത്തു കൊടുത്ത് ഓട്ടോ മടക്കി അയച്ചു. മീര അകത്തേക്ക് പോയിക്കോളൂ പറഞ്ഞിട്ട് അവൻ കണ്ണുകൾ കൊണ്ട് ചുറ്റും പരതി നോക്കി. ഡ്രൈവർ ദാസപ്പനെ കണ്ടു. ഗോകുലിനെ കണ്ട് ദാസപ്പനും വേഗം അടുത്തെത്തി. അമ്മ ഇന്ന് കമ്പനിയിൽ പോയില്ലേ ദാസപ്പേട്ട? പോയി, പക്ഷെ ഉച്ചയ്ക്ക് തിരിച്ചു പോന്നു. എന്താ കാര്യം? അത് പിന്നെ ഞങ്ങൾ ബാങ്കിൽ പോയപ്പോൾ ശിവരാജൻ മുതലാളിയെ കണ്ടു. ഗോകുലിൻ്റെ ഉടലിൽ ഒരു തരിപ്പുണ്ടായി. അച്ഛൻ? എന്നിട്ട്? മേഡവും മുതലാളിയും തമ്മിൽ എന്തോ ഉച്ചത്തിൽ സംസാരിച്ചു. കുഞ്ഞിനെ കുറിച്ചാണെന്നാണ് തോന്നുന്നത്. എന്നെക്കുറിച്ചോ? അവൻ അമ്പരപ്പായി. എന്താ പറഞ്ഞത്? അത് ഞാൻ കേട്ടില്ല. ബാങ്കിലേക്ക് കയറുന്ന സ്റ്റെപ്പില്ലേ, അവിടെ വെച്ചായിരുന്നു സംസാരം. എന്നിട്ട് ദേഷ്യപ്പെട്ട് തിരിച്ചു വന്ന മുതലാളി എന്നോട് പറഞ്ഞു നാളെ ഗോകുലിനെ അദ്ദേഹത്തിന് കാണണമെന്ന്. എവിടെ വെച്ച്? എന്നെ വിളിച്ച് പറയും, ഞാൻ കുഞ്ഞിനോട് പറയാം. എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് ഗോകുലിന് തോന്നി. അവൻ വീട്ടിൽ കടന്നു. സിറ്റിംഗ് റൂമിലൊന്നും ആരെയും കണ്ടില്ല. അമ്മയുടെ മുറിവാതിൽക്കൽ ചെന്ന് അവൻ അകത്തേക്ക് എത്തി നോക്കി. കട്ടിലിൽ ചെരിഞ്ഞു കിടക്കുകയായിരുന്ന മീനാക്ഷി അമ്മ പക്ഷേ അവനെ കണ്ടു. എന്താടാ, അച്ഛയും കൊണ്ട് പോന്നോ? അവർ എഴുന്നേറ്റിരുന്നു. പോന്നു. അവൻ തിരിഞ്ഞ് വാതിലടച്ചിട്ട് കൊളുത്തിട്ടു. മീനാക്ഷി അമ്മ നെറ്റി ചൊളിച്ചു. എന്തിനാണ് വാതിലടച്ചത്? എനിക്ക് അമ്മയോട് അല്പം സംസാരിക്കാനുണ്ട്. മേശക്കരികിൽ കിടന്നിരുന്ന കസേരയിൽ അവനിരുന്നു. നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് മറ്റാരും കേൾക്കണ്ട. അവൾ മീര പറഞ്ഞു വിട്ടതായിരിക്കും നിന്നെ, അല്ലേടാ? കഷ്ടമുണ്ടമ്മേ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ. അവൻ്റെ വാക്കുകളിലെ സങ്കടം മീനാക്ഷി അമ്മ ശ്രദ്ധിച്ചു. ഗോകുൽ തുടർന്നു. കുറച്ച് നാൾ മുൻപ് വരെ അമ്മ പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ചവനാണ് ഞാൻ. അത് അമ്മയോടുള്ള പേടി കൊണ്ടല്ല, സ്നേഹവും ബഹുമാനവും കൊണ്ട് തന്നെയാണ്. മീനാക്ഷി അമ്മ മകൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെയിരുന്നു. ഗോകുൽ അലമാരപ്പുറത്തിരുന്ന തങ്ങളുടെ കുടുംബ ഫോട്ടോയിലേക്ക് നോട്ടം മാറ്റി. മീരയുടെ കാര്യം വന്നപ്പോൾ അമ്മയുടെ വാക്കുകൾ ഞാൻ അനുസരിച്ചില്ല. അതിനു പകരം അമ്മ ബലമായി ഞങ്ങളുടെ വിവാഹവും നടത്തിച്ചു. ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യമല്ലേ? നീ കാടും പടലും തട്ടാതെ ഉള്ളിലിരിപ്പ് തുറന്നു പറ. മീനാക്ഷി അമ്മ അസ്വസ്ഥയായി. പറയാം. ഞാൻ വേറൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്താൽ ഈ കുടുംബത്തിലേക്ക് വന്നു ചേരുമായിരുന്ന ഷെയറിനേക്കാൾ കൂടുതൽ മീര കൊണ്ടുവന്നു.
അല്ലെങ്കിൽ അവളുടെ പേരിൽ എത്തിപ്പെടുകയും ചെയ്തു. അതിന് ഞാൻ അമ്മയെ കുറ്റപ്പെടുത്തുന്നില്ല. എനിക്ക് ക്ഷമ വളരെ കുറവാണെന്നും കുറച്ച് സംസാരിക്കുന്നതാണ് ഇഷ്ടമെന്നും നിനക്കറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. അറിയാം. അതുകൊണ്ട് ഞാൻ അമ്മയോട് അപേക്ഷിക്കുകയാണ്. അമ്മയുടെ മറ്റു മരുമക്കൾക്ക് കൊടുക്കുന്ന പരിഗണന മീരയ്ക്കും കിട്ടണം. അവളെക്കൊണ്ട് അടിമപ്പണി ചെയ്യിക്കുന്നത് നിർത്തണം. അവൾ ഈ നേരത്ത് മുഷിഞ്ഞു ജോലി ചെയ്യരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഞാനിതൊക്കെ നേരത്തെ ഊഹിച്ചതാടാ, അവർ പരിഹസിച്ചു. ഇന്നു മുതൽ ഞാൻ അവൾക്ക് ദാസ്യവേല ചെയ്തേക്കാം. എന്താ അമ്മേ? ഗോകുലിൻ്റെ ശബ്ദം അല്പം പൊന്തി. എഴുതപ്പുറം വായിക്കുകയാണ് അമ്മ. ചില മൂന്നാംകിട സ്ത്രീകളെ പോലെ സംസാരിക്കരുത്. ഓഹോ, ഞാനിപ്പോൾ മൂന്നാംകിടയുമായി. എന്നാൽ നീ കേട്ടോ, അവൾ ഇനി അനുഭവിക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ. അതൊന്നും പറ്റത്തില്ലെങ്കിൽ നീ അവളെയും വിളിച്ചോണ്ട് എവിടേക്കാണെന്ന് വെച്ചാൽ പോയിക്കോടാ. അമ്മയുടെ ഈ അഭിപ്രായത്തിന് മാറ്റമില്ലേ? ഗോകുൽ എഴുന്നേറ്റു. മീരയ്ക്ക് അസുഖം വന്ന രാത്രിയിൽ അമ്മ തൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ സെൽഫോൺ മേശപ്പുറത്ത് കിടക്കുന്നത് കണ്ടു. അവൻ അതെടുത്ത് പോക്കറ്റിലിട്ടു. ഓരോരുത്തരും ചെയ്യുന്നതിന് ഈശ്വരൻ നൽകുന്ന മറുപടി ഇപ്പോൾ വളരെ പെട്ടെന്ന്. അമ്മ അത് മറക്കണ്ട. വാതിൽ തുറന്ന് അവൻ പുറത്തേക്ക് പോയി. മീനാക്ഷിയമ്മയുടെ കണ്ണുകൾ കുറുകി. മുറിയിലെത്തിയ ഗോകുൽ മീരയോട് പറഞ്ഞു, നിനക്ക് ബെഡ് റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം അടുക്കള ജോലികൾക്കൊന്നും നിൽക്കണ്ട. എന്നാലും ഗോകുൽ, ഇവിടെയുള്ളവർക്ക് അവൾ പൂർത്തിയാക്കാൻ അവൻ സമ്മതിച്ചില്ല. കഴിഞ്ഞ ദിവസം എങ്ങനെയാ ഇവിടെയുള്ളവർ കഴിച്ചത്? അതുപോലെ കഴിച്ചോളൂ. മീര സന്ദേഹത്തോടെ നിന്നു. കുളിച്ച് വേഷം മാറി ഗോകുൽ ബൈക്കിൻ്റെ കീയുമെടുത്ത് പുറത്തേക്ക് പോയി. അല്പം കഴിഞ്ഞ് മീനാക്ഷിയമ്മ അവൾക്ക് മുന്നിലെത്തി. എന്താ മീരെ, ആശുപത്രിവാസത്തിൻ്റെയും ഗർഭത്തിൻ്റെയും പേര് പറഞ്ഞ് മുറിക്കുള്ളിൽ തന്നെ ഇരുന്ന് സൂഹിക്കാനാണോ നിൻ്റെ പരിപാടി? അമ്മേ, ഞാൻ മിണ്ടരുത്. മീനാക്ഷിയമ്മ കഴിച്ചുകൊണ്ടി. ഞാൻ പറയുന്നത് അനുസരിച്ചാൽ നിനക്കിവിടെ കഴിയാം. അല്ലെങ്കിൽ നിൻ്റെ തന്ത ചത്തതുപോലെ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ നീയും ചത്തന്നിരിക്കും. മീര ശരിക്കും ഭയന്നു. പോയി അത്താഴമുണ്ടാകടി വേഗം. പിന്നെ ഞാനിങ്ങനെയൊക്കെ സംസാരിച്ചെന്ന് ഗോകുൽ അറിഞ്ഞാൽ. അമർത്തി ഒന്ന് മൂളിക്കൊണ്ട് മീനാക്ഷിയമ്മ തിരിച്ചു നടന്നു. തളർച്ച മറന്ന് മീര അടുക്കളയിലേക്ക് പോയി. പിറ്റേന്ന് ഉച്ചയായപ്പോൾ ഗോകുലിൻ്റെ സെൽഫോണിലേക്ക് ഡ്രൈവർ ദാസപ്പൻ വിളിച്ചു. കുഞ്ഞെ, അച്ഛൻ കായലടുത്തുള്ള ഹൈവേ റിസോർട്ടിലുണ്ടാവും. അവിടേക്ക് ചെല്ലാൻ പറഞ്ഞു. ശരി ദാസപ്പേട്ട. ബൈക്കിൽ അപ്പോൾ തന്നെ ഗോകുൽ ഹൈവേ റിസോർട്ടിലേക്ക് പുറപ്പെട്ടു. അവൻ്റെ ഉള്ളിൽ വല്ലാത്ത ഒരു ആകാംക്ഷ തങ്ങി നിൽക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അച്ഛനെ കാണുകയാണ്. തനിക്ക് 8 or 9 വയസ്സുള്ളപ്പോഴാണ് അച്ഛനും അമ്മയും തമ്മിൽ പിരിയുന്നത്. അതിനുശേഷം കണ്ടിട്ടില്ല, കാണാൻ ശ്രമിച്ചിട്ടുമില്ല. കാരണം അമ്മയെയും തങ്ങൾ 5 മക്കളെയും വഞ്ചിച്ചവനാണല്ലോ അച്ഛൻ. അച്ഛൻ ഇപ്പോൾ എങ്ങനെയുണ്ടാവും? എന്തൊക്കെയോ ബിസിനസ്സുകളുണ്ടെന്ന് കേട്ടിരുന്നു. ഹൈവേ റിസോർട്ടിന് മുന്നിൽ ബൈക്ക് നിർത്തുമ്പോൾ ഭവ്യതയോടെ ഒരു ജീവനക്കാരൻ അടുത്തു വന്നു. വരൂ സാർ, മുതലാളി കാത്തിരിക്കുകയാണ്. അയാളുടെ പിന്നാലെ അവൻ ഹോട്ടലിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ കറന്ന് പിൻഭാഗത്തെത്തി. മനോഹരമായ പുൽത്തകിടി, അവയ്ക്കിടയിൽ ചെറിയ കൂടാരങ്ങൾ, അപ്പുറത്ത് നീണ്ടു പരന്ന കായൽ, എപ്പോഴും വീശുന്ന കാറ്റ്. അയാൾക്കൊപ്പം വാതിൽക്കലെത്തി. അകത്തേക്ക് ചെന്നോളൂ. ജീവനക്കാരൻ പിൻവാങ്ങി. ഗോകുലിൻ്റെ കണ്ണുകൾ ആദ്യം പതിഞ്ഞത് കസേരയിൽ ചാരി വച്ചിരുന്ന ഒരു ക്രച്ചസിലാണ്. അവൻ്റെ നെറ്റി ചുളിഞ്ഞു. അച്ഛൻ്റെ കാലിനെന്തെങ്കിലും കുഴപ്പം? അവൻ അവിടെ ഇരുന്ന മനുഷ്യനെ നോക്കി. തനിക്ക് പുറംതിരിഞ്ഞ് കായലിലേക്ക് മിഴികൾ നട്ടിരിക്കുകയാണ് അച്ഛൻ. മുണ്ടും ജുബയുമാണ് വേഷം. തലമുക്കാലും നരച്ചിരിക്കുന്നു. അച്ഛാ, അവൻ വിളിച്ചു. ഞെട്ടി ഉണരും പോലെ ആ മനുഷ്യൻ തിരിഞ്ഞു നോക്കി. ഇത്തവണ അമ്പരുന്നത് ഗോകുലാണ്. അത് ശിവരാജൻ ആയിരുന്നില്ല, മറ്റൊരാൾ. അയാൾ അവനെ അടിമുടി നോക്കി. പിന്നെ പറഞ്ഞു, മോൻ ഒന്നുകൂടി അച്ഛാന്ന് വിളിച്ചേ, ഞാനൊന്ന് കേൾക്കട്ടെ. ഗോകുൽ സ്തബ്ധനായി. 2 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഗോകുൽ ഹൈവേ റിസോർട്ടിൽ നിന്ന് പുറത്തു വന്നത്. അപ്പോൾ അവൻ്റെ ഒപ്പം ശിവരാജനും ഉണ്ടായിരുന്നു. ഞാൻ പോട്ടെ അച്ഛാ. ഗോകുൽ ബൈക്കിൽ കടന്നിരുന്നു. ശിവരാജൻ അലിവോടെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അപ്രതീക്ഷിതമായി കേട്ട കുറേ നടക്കുന്ന സത്യങ്ങളുടെ പകപ്പിലായിരുന്നു അപ്പോഴും ഗോകുൽ. ഗോകുൽ, ഒന്നും നീ മറക്കരുത്. മീനാക്ഷിയമ്മയുടെ അരികിലേക്കാണ് നീ പോകുന്നത്. ഒന്നും അറിഞ്ഞതായി തൽക്കാലം നടിക്കരുത്. ഗോകുൽ മെല്ലെ തലയാട്ടി. എന്നിട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ഗോകുൽ കണ്ണിൽ നിന്ന് മറയുന്നതുവരെ ശിവരാജൻ നോക്കി നിന്നു. പിന്നെ ഒരു ദീർഘനിശ്വാസത്തോടെ പിന്തിരിഞ്ഞു. വീട്ടിലെത്തിയതും ഗോകുൽ കിടക്കയിലേക്ക് വീണു. എന്തു പറ്റി ഗോകുൽ? മീര അടുത്തു വന്നു. ഒരു തലവേദന. അതെയോ? അവൾ സ്വാതന്ത്ര്യത്തോടെ അവൻ്റെ അരികിൽ കിടക്കയിലിരുന്നിട്ട് നെറ്റിയിൽ കൈവച്ച് നോക്കി. ശരിയാണല്ലോ, നല്ല ചൂടുണ്ട്. ഞാൻ ചായ ഇട്ട് കൊണ്ടുവരാം. മീര എഴുന്നേൽക്കാൻ ഭാവിച്ചു. പക്ഷേ അവൻ ആ കൈപ്പടം നെറ്റിയിൽ അമർത്തിപ്പിടിച്ചു. ഇപ്പോൾ ചായ വേണ്ട. മീര ഇങ്ങനെ കൈവച്ചുകൊണ്ട് കുറച്ചു നേരം ഇരുന്നാൽ മതി. അവൾ അത്ഭുതത്തിൽ അവനെ നോക്കി. അവൻ്റെ ഉള്ളിൽ കിടന്ന് എന്തൊക്കെയോ നീറിപ്പുകയുന്നുണ്ടെന്ന് മീരയ്ക്ക് മനസ്സിലായി. അവനെ ആശ്വസിപ്പിക്കാൻ എന്നവണ്ണം അവൾ മെല്ലെ അവൻ്റെ ശിരസിൽ തലോടിക്കൊണ്ടിരുന്നു. പുറത്ത് കാർ വന്നു നിന്നതോ നേരം സന്ധ്യയായി തുടങ്ങിയതോ ഒന്നും ഇരുവരും അറിഞ്ഞില്ല. അകത്തേക്ക് വന്ന മീനാക്ഷിയമ്മ മുറിയിൽ ലൈറ്റ് പോലും തെളിക്കാത്തത് കണ്ട് അരിശപ്പെട്ടു. ആ നശിച്ചവൾ ചത്തുപോയോ എന്ന് പിറുപിറുത്തുകൊണ്ട് നേരെ വന്നത് ഗോകുലിൻ്റെ മുറിയിലേക്കാണ്. അവനോടൊപ്പം ചേർന്നിരിക്കുന്ന മീരയെ കണ്ടപ്പോൾ കോപം ഇരട്ടിച്ചു. മീരേ! ആ വീട് മുഴുവൻ കേൾക്കും വിധമായിരുന്നു വിളി. ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ നേരവും കാലവും നോക്കാതെ കെട്ടിപ്പിടിച്ചിരിക്കാൻ ഇത് ബീച്ചോ പാർക്കോ ഒന്നുമല്ല. മീര പെട്ടെന്ന് എഴുന്നേൽക്കാൻ ഭാവിച്ചു. പക്ഷേ ഗോകുൽ സമ്മതിച്ചില്ല. നിലവിളക്ക് കൊളുത്താൻ പോലും ഞാൻ ഇനി വേലക്കാരികളെ വയ്ക്കണോടി മൂദേവി. എഴുന്നേറ്റ് പോടി.
കൊച്ചു പിള്ളേരുള്ള വീടാണിത്. വാതിൽ തുറന്നിട്ടുകൊണ്ട് ശൃംഗരിക്കുന്നു. ഗോകുലിന് കലി വന്നതാണ്. അവൻ എന്തോ പറയാൻ തോന്നിയതും മീര അവൻ്റെ വായ് പൊത്തി. തറ ചവിട്ടിക്കുലുക്കി മീനാക്ഷിയമ്മ തിരിച്ചുപോയി. മീര അവൻ്റെ വായ്ക്ക് മുകളിൽ നിന്ന് കൈയെടുത്തു. അമ്മയെ കുറ്റം പറയേണ്ട ഗോകുൽ, അവൾ മന്ത്രിച്ചു. തെറ്റ് നമ്മുടെ ഭാഗത്ത് തന്നെയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മളെ ആര് കണ്ടാലും തെറ്റിദ്ധരിച്ചു പോകും. എങ്ങനെ തെറ്റിദ്ധരിക്കാൻ? അവൻ വീറോട് തിരക്കി. അവരുടെയൊക്കെ ദൃഷ്ടിയിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ തന്നെയാണ്. മീരയ്ക്ക് അതിന് ഉത്തരമില്ലായിരുന്നു. ഞാൻ പോയി നിലവിളക്ക് കൊളുത്തട്ടെ. അവൻ്റെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ തന്നെ അവൾ എഴുന്നേറ്റ് പോയി. അല്പം കഴിഞ്ഞപ്പോൾ മീനാക്ഷിയമ്മ വീണ്ടും അവളെ ശകാരിക്കുന്നത് കേട്ടു. ഗോകുൽ ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റപ്പോഴേക്കും അടക്കി പിടിച്ച തേങ്ങയുടെ മീര തിരിച്ചു വന്നു. ഇപ്പോഴത്തെ പ്രശ്നം എന്താ മീരെ? ഗോകുൽ, അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാരി. ഞാൻ വിളക്ക് കൊളുത്താൻ ചെന്നപ്പോൾ അമ്മ പറയുകയാ, അശുദ്ധമായ ശരീരവുമായി ചെയ്യേണ്ട കാര്യമില്ലാതെന്ന്. ഞാൻ കുളിച്ച് ശുദ്ധിയോടെ ചെല്ലാൻ. കരയണ്ട. അവളുടെ പുറത്ത് മൃദുവായി തലോടിക്കൊണ്ട് അവൻ ആശ്വസിപ്പിച്ചു. ഭർത്താക്കന്മാർ മരിച്ചു പോയവരോ അല്ലെങ്കിൽ അവരുമായി അകന്നു കഴിയുന്നവരോ ആയിട്ടുള്ള സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു മാനസിക രോഗമാണിത്. അത് 60കാരിയായാലും ചെറുപ്പക്കാരിയായാലും. മീര വിസ്മയത്തോടെ മുഖമുയർത്തി. അത് ശ്രദ്ധിക്കാതെ ഗോകുൽ തുടർന്നു. മീര കേട്ടിട്ടില്ലേ, മകൻ്റെയൊപ്പം മരുമകളെ പുറത്തെങ്ങും അയക്കാത്ത സ്ത്രീകളെക്കുറിച്ച്? മകനും ഭാര്യയും സന്തോഷത്തോടെ ഒന്ന് അടുത്തിരുന്നാൽ അത് ഇഷ്ടപ്പെടാത്ത സ്ത്രീകളെക്കുറിച്ച്. പെൺമനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണത്. അത് മീനാക്ഷിയമ്മയ്ക്കും ഉണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ഗോകുൽ, അവൾ മെല്ലെ അവൻ്റെ നെഞ്ചിൽ നിന്നകന്നു. സ്വന്തം അമ്മയെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത്. മറ്റുള്ള സ്ത്രീകളിൽ കാണുന്ന കുറ്റം അമ്മയിലും ചാർത്തരുത്. അമ്മ കാറിത്തുപ്പാനാണ് ഗോകുലിന് തോന്നിയത്. അവർ എൻ്റെ അമ്മയാണെന്ന് മീരയ്ക്ക് എന്താണ് ഉറപ്പ്? ഗോകുൽ, അവൾ ഞെട്ടലോടെ പിന്തിരിഞ്ഞ് മുറിക്കുള്ളിലെ ലൈറ്റ് തെളിച്ചു. അപ്പോഴത്തെ ഗോകുലിൻ്റെ മുഖഭാവം കണ്ടപ്പോൾ അവൾക്ക് ഭീതി തോന്നി. ഒരു തരം കല്ലിച്ച ഭാവം. അവൻ അവളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. മീര തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഞാൻ മീനാക്ഷിയമ്മയുടെ യഥാർത്ഥ മകനായിരുന്നെങ്കിൽ മറ്റുള്ള മക്കൾക്ക് കൊടുക്കുന്ന സ്നേഹവും വാത്സല്യവും പരിഗണനയുമൊക്കെ എനിക്കും തരുമായിരുന്നില്ലേ? മീരയുടെ നെറ്റി ചുളിഞ്ഞു. ഇത്തരം ഒരു സംശയം തനിക്കും ഉണ്ടായിരുന്നെന്ന് അവൾ ഓർത്തു. നമ്മൾ ഈ കാണുന്നതൊന്നും സത്യമായിരിക്കില്ല മീരെ. ഞാനത് തെളിച്ചു തരാം. ഇനി നീ കാണാൻ പോകുന്നത് ഇതുവരെ കണ്ട ഗോകുലിനായിരിക്കില്ല, പകരം പുതിയ ഒരാളെ. മീര ഒന്നും പിടികിട്ടാതെ നിൽക്കുമ്പോൾ ഗോകുൽ ബൈക്കിൻ്റെ താക്കോലുമെടുത്ത് പുറത്തേക്ക് പോയി. തിരിച്ചു വന്നത് 8:30 കൂടിയാണ്. അപ്പോൾ മീനാക്ഷിയമ്മയും ശരത്തും കമലയും സിറ്റിംഗ് റൂമിലിരുന്ന് TV കാണുകയായിരുന്നു. ഒരു നിമിഷം അവ നോക്കി നിന്നിട്ട് ഒരു കസേര നീക്കിയിട്ട് ഗോകുലും ഇരുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം ഗോകുൽ തങ്ങൾക്കൊപ്പം TV കാണുവാൻ വന്നിരുന്നപ്പോൾ മീനാക്ഷിയമ്മയും ശരത്തും മുഖാമുഖം നോക്കി. നിങ്ങൾക്കൊക്കെ ഈ സീരിയലുകളില്ലാതെ മറ്റൊന്നും കാണാനില്ലേ? അവൻ റിമോട്ട് എടുത്ത് ചാനൽ മാറ്റി. സ്പോർട്സ് ചാനൽ വെച്ചു. അതിൽ ഒരു കാർ റേസ് നടക്കുകയായിരുന്നു. റിമോട്ട് മടിയിൽ വെച്ചുകൊണ്ട് ഗോകുൽ അത് കണ്ടിരുന്നു. മീനാക്ഷിയമ്മയുടെ മുഖം ചുവന്നു. അവരെന്തോ പറയാൻ ഭാവിച്ചപ്പോൾ വേണ്ടെന്ന കണ്ണുകൾ കൊണ്ട് വിലക്കി ശരത്ത്. മനഃപൂർവ്വം ഉടക്കാനാണ് ഗോകുലിൻ്റെ ആ പ്രവൃത്തിയെന്ന് അവർക്കൊക്കെ തോന്നി. കമല ദേഷ്യത്തോടെ എഴുന്നേറ്റ് പോയി. ഗോകുൽ, നീ ചെയ്തതൊട്ട് ശരിയായില്ല, അവസാനം ശരത് പറഞ്ഞു. അതെന്താ ചേട്ടാ? നിഷ്കളങ്കനായ ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ് ഗോകുൽ ചോദിച്ചത്. നോക്ക്, ഞങ്ങൾ 3 പേർ കൂടി ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് തീരുന്നതിന് മുമ്പ് നീ വന്ന് നിൻ്റെ ഇഷ്ടത്തിന് ചാനൽ മാറ്റിയത് ശരിയായില്ല. ഇത്രയും നേരം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ കണ്ടു. ഇനി എൻ്റെ ഇഷ്ടത്തിന് ഞാനും കുറച്ച് കാണട്ടെ. എല്ലാവർക്കും ഒരേ ഇഷ്ടമാണോ ചേട്ടാ ഉള്ളത്? ഇഷ്ടങ്ങൾ പലതല്ലേ. നീ കൂടുതൽ ന്യായീകരിക്കുകയൊന്നും വേണ്ട. ഇനി പിടിച്ചു നിർത്താൻ കഴിയാത്ത പോലെ മീനാക്ഷിയമ്മ പൊട്ടിത്തെറിച്ചു. ഒരുത്തൻ്റെ തോന്നിയാസം ഇവിടെ നടക്കത്തില്ല. എന്ത് കാരണം കാണണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. മറ്റുള്ളവർക്ക് അതനുസരിക്കാൻ മനസ്സുണ്ടെങ്കിൽ അനുസരിക്കണം. അല്ലാത്തവരുടെ സ്ഥാനം ഈ വീടിന് പുറത്താണെന്ന് നിനക്കറിയാമല്ലോ ഗോകുൽ. ഇതെന്ത് ഭരണമാണമ്മേ? പ്രായപൂർത്തിയായ മക്കൾക്ക് അവരുടേതായ അഭിപ്രായങ്ങളും സ്വാതന്ത്ര്യമൊക്കെ ഇല്ലേ? അതുണ്ടെന്ന് തെളിച്ചവനാണല്ലോ നീയെ, അവർ പുച്ഛിച്ചു. അതെ, എനിക്കൊന്നറിയണം. ശരത്തേട്ടനോ അതല്ലെങ്കിൽ സാജേട്ടനോ അമ്മയുടെ പെൺമക്കളോ പറഞ്ഞാൽ അമ്മ അവർക്ക് ഇഷ്ടപ്പെട്ട ചാനൽ വയ്ക്കാൻ സമ്മതിക്കുമായിരുന്നില്ലേ? പിന്നെന്താ എൻ്റെ കാര്യത്തിൽ മറ്റൊരു നയം? ഞാൻ അമ്മയുടെ മകനല്ലേ? മീനാക്ഷിയമ്മയിൽ ഒരു ഞെട്ടൽ. ചകിതഭാവത്തിൽ അവർ ശരത്തിനെ നോക്കുന്നത് ഇടം കണ്ടിട്ട് ഗോകുൽ ശ്രദ്ധിച്ചു. ക്രൂരമായൊരു സന്തോഷം അവന് തോന്നി. പക്ഷേ പുറത്തു ഭാവിച്ചില്ല. അമ്മ എന്താ മിണ്ടാത്തത്? ഞാൻ അമ്മയുടെ മകനല്ലെങ്കിൽ തുറന്നു പറഞ്ഞോ. ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങി തന്നേക്കാൻ ഞാൻ. എന്താ? ഫാനിൻ്റെ കീഴിലിരുന്നിട്ടും ഒരു നിമിഷം കൊണ്ട് മീനാക്ഷിയമ്മ വിയർത്തു പൊളിച്ചു. നീ നീ എന്തിനാടാ എഴുതാപ്പുറം വായിക്കുന്നത്? അമ്മ ആദ്യമായി തളരുന്നത് കാണുകയായിരുന്നു ഗോകുൽ. പിന്നെ ഞാനെന്ത് ചെയ്യണം? നിങ്ങൾക്കൊക്കെ എന്നോടുള്ള പെരുമാറ്റം കാണുമ്പോൾ എന്ത് ചിന്തിക്കണം ഞാൻ? പക്ഷേ തോറ്റു കൊടുക്കാൻ ഒരുക്കമല്ലായിരുന്നു മീനാക്ഷിയമ്മ. എങ്ങനെ പെരുമാറിയെന്നാടാ നീ പറയുന്നത്? എൻ്റെ വീടായത്. ഞാൻ വാങ്ങിയ TV അത്. എൻ്റെ ഇഷ്ടമേ ഇവിടെ നടക്കൂ. അത് മക്കളായാലും മരുമക്കളായാലും അത്ര തന്നെ. അവർ ദേഷ്യത്തോടെ എഴുന്നേറ്റു. അവനവന് ഇഷ്ടമുള്ളത് കാണണമെങ്കിൽ സ്വന്തമായിട്ട് വാങ്ങിച്ചു വയ്ക്കണം. റിമോട്ട് കസേരയിലേക്ക് ഇട്ടിട്ട് ഗോകുൽ എഴുന്നേറ്റു. അവരെ തുറച്ചൊന്ന് നോക്കിയിട്ട് മുറിയിലേക്ക് നടന്നു. മീര, ചോറ് വിളമ്പ്. ഗോകുലിൻ്റെ ശബ്ദം കേട്ട് അവൾ എഴുന്നേറ്റ് വന്നു. നീയും കൂടി ഇരിക്കേ. അവൾ അവന് മാത്രം വിളമ്പിയപ്പോൾ ഗോകുൽ പറഞ്ഞു. ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കഴിച്ചോളാം ഗോകുൽ. അത് തീരുമാനിക്കുന്നത് നീയല്ല.
പണ്ടൊരിക്കൽ ഞാൻ പറഞ്ഞതാ, ഭാര്യ ഭർത്താവിൻ്റെ ഒപ്പമാണ് ഇരിക്കേണ്ടത്. അവന് ദേഷ്യം വന്നു. എന്നിട്ടും അവൾ മടിച്ചു. ഞാൻ നീ ഉണ്ടാക്കി വച്ചിരിക്കുന്നതെല്ലാം തല്ലി തകർക്കണോ? അവൻ എഴുന്നേൽക്കാനാഞ്ഞു. അയ്യോ വേണ്ട, അവൾ പെട്ടെന്നിരുന്നു. ഇതൊരു തുടക്കമാണ്, അവൻ പറഞ്ഞു. ഇനി ഞാൻ ഭക്ഷണ സമയത്ത് ഇവിടെയുണ്ടെങ്കിൽ നീ എൻ്റെ ഒപ്പം തന്നെ ഇരിക്കും. അവൾ തലയാട്ടി. ഇരുവരും കഴിച്ചു തുടങ്ങി. മീര പെട്ടെന്ന് കഴിച്ചിട്ട് എഴുന്നേൽക്കാൻ ഭാവിച്ചപ്പോൾ അവൻ പിടിച്ചിരുത്തി. ഇത്രയും വേഗത്തിൽ വാരി തിന്നരുത് പെണ്ണെ. പതുക്കെ, വളരെ പതുക്കെ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കണമെന്നാണ്. അനിഷ്ടത്തോടെയാണെങ്കിലും അവൾക്ക് അവൻ്റെ അരികിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. ഗോകുലാട്ടെ വളരെ പതുക്കെ കഴിക്കുകയും ഇടയ്ക്കിടെ പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുകയും ചെയ്തു. മനഃപൂർവ്വമാണ് അവൻ എങ്ങനെ ഇരിക്കുന്നതെന്ന് മീരയ്ക്ക് മനസ്സിലായി. സമയം കടന്നുപോയി. 2 വട്ടം മീനാക്ഷിയമ്മ വാതിൽക്കൽ വന്ന് എത്തി നോക്കിയിട്ട് പോയി. കുട്ടികൾ വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കമലയും ഡൈനിങ് റൂമിനടുത്ത് വന്നു. പക്ഷേ ആരും അകത്തേക്ക് കയറിയില്ല. 10 മണിയായി ഗോകുൽ ഭക്ഷണം കഴിച്ച് തീർന്നപ്പോൾ. നേരം ഒത്തിരിയായി, മറ്റാരും ഒന്നും കഴിച്ചിട്ടില്ല. മീര പതുക്കെ പറഞ്ഞു. അതെന്താ, വേറെ കസേരകളല്ലേ ഈ കിടക്കുന്നത്? വിശപ്പുണ്ടായിരുന്നെങ്കിൽ അവരൊക്കെ വന്ന് കഴിച്ചേനെ. അവൻ കൈ കഴുകിയിട്ട് അവിടെ തന്നെ ഇരുന്നു. മീര ചോദ്യഭാവത്തിൽ അവനെ നോക്കി. നമ്മൾ കഴിച്ച പാത്രങ്ങൾ കഴുകി വെച്ചിട്ട് നീ വാ, ഉറങ്ങാം. മറ്റുള്ളവർ അവർ വിളമ്പി കഴിച്ചോളും, പാത്രങ്ങളെല്ലാം കഴുകി വെച്ചോളും. മീരയ്ക്ക് അനുസരിക്കാതെ നിവൃത്തിയില്ലായിരുന്നു. പിറ്റേന്ന് രാവിലെ അടുക്കളയിലേക്ക് വന്ന മീര കണ്ടു എച്ചിൽ പാത്രങ്ങൾ അതുപോലെ തന്നെ മേശപ്പുറത്തിരിക്കുന്നു. ഗോകുൽ ഉണരും മുമ്പ് അവൾ തന്നെ അതെല്ലാം എടുത്ത് കഴുകി വൃത്തിയാക്കി. എന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ വാതിൽപ്പടിയിൽ ചാരി ഗോകുൽ നിൽക്കുന്നു. വിളറിപ്പോയി മീര. ഗോകുൽ തന്നെ ഇനിയും വഴക്കു പറയും എന്ന് കരുതി പരിങ്ങളോടെയാണ് മീര മുറിയിലേക്ക് മടങ്ങിയത്. അപ്പോൾ കൂട്ടിലടച്ച വെരുകിനെ പോലെ മുറിയിൽ അങ്ങിങ്ങും നടക്കുകയാണ് ഗോകുൽ. അവളെ കണ്ടിട്ടും കണ്ടഭാവം നടിച്ചില്ല അവൻ. തന്നോടുള്ള അവഗണനയാണ് അതെന്ന് അവൾക്ക് ബോധ്യമായി. അല്പനേരം അങ്ങനെ നിന്നിട്ട് അവൾ തിരിച്ചു നടന്നു. സമയം കടന്നുപോയി. മീനാക്ഷിയമ്മയും ശരത്തും പതിവ് പോലെ വീട്ടിൽ നിന്നിറങ്ങി. കുട്ടികൾ സ്കൂളിലും. കമൽ തൻ്റെ മുറിയിൽ കയറി വാതിലും അടച്ചു. മീര അടുക്കളയിൽ. ഗോകുൽ പതുക്കെ മീനാക്ഷിയമ്മയുടെ മുറിയിൽ കയറി. വാതിൽ അകത്തുനിന്ന് അടച്ചിട്ട് മേശ തുറന്ന് പരിശോധിക്കാൻ തുടങ്ങി. ഒരു താക്കോൽ കൂട്ടം കണ്ണിൽപ്പെട്ടു. അതെടുത്ത് അവൻ മുറിയുടെ മൂലയിലിരുന്ന ഇരുമ്പലമാര തുറന്നു. ഇരുമ്പലമാരയുടെ രഹസ്യറ തുറക്കാനായിരുന്നു അടുത്ത ശ്രമം. അതും വിജയിച്ചു. അതിനുള്ളിൽ നിന്ന് അവൻ വിലപ്പെട്ട ചില പ്രമാണങ്ങളും പുറത്തെടുത്തു. പാസ്ബുക്കുകളും. അതൊന്ന് ഓടിച്ചു വായിച്ച അവൻ്റെ കണ്ണുകളിൽ ജിജ്ഞാസ തിളങ്ങി. അതിൽ തനിക്ക് വേണ്ട പ്രമാണങ്ങളും പാസ്ബുക്കുകളും മറ്റും മാറ്റിവെച്ചിട്ട് അവൻ ബാക്കിയുള്ളവ പഴയതുപോലെ അതിനുള്ളിൽ വെച്ചു. അലമാരയടച്ചു പൂട്ടി താക്കോൽ പഴയ സ്ഥാനത്ത് തന്നെ വെച്ചിട്ട് വാതിൽ തുറന്നു. അവനൊന്ന് ഞെട്ടി. തൊട്ടുമുന്നിൽ മീര. അവൾ അവൻ്റെ കൈകളിലേക്ക് മുഖത്തേക്കും മാറി മാറി നോക്കി. എന്താ ഗോകുൽ ഇതൊക്കെ? അമ്മയുടെ മുറിയിൽ കയറി മോഷണവും തുടങ്ങിയോ? അവൻ തൻ്റെ ചുണ്ടിനു മുകളിൽ ഇടം കൈയുടെ ചൂണ്ടുവിരൽ അമർത്തി. മിണ്ടരുത്. മീര അമ്പരന്ന് നിൽക്കുമ്പോൾ അവൻ തൻ്റെ മുറിയിൽ കയറി വാതിലടച്ചു. അന്ന് വൈകിട്ട് പതിവിന് നേരത്തെ മീനാക്ഷിയമ്മയുടെ കാർ ഗോകുലത്തിൻ്റെ ഗേറ്റ് കടന്നു വന്നു. കാറിൽ നിന്നിറങ്ങിയ അവർ വീട് കുലുങ്ങും പോലെയുള്ള ബഹളങ്ങൾ കേട്ട് കാതുകൾ പൊത്തി ഒരു നിമിഷം നിന്നു. താൻ നിൽക്കുന്നത് വണ്ടിപ്പണി നടക്കുന്ന ഏതോ വർക്ക്ഷോപ്പിന് മുൻപിലാണെന്ന് മീനാക്ഷിയമ്മയ്ക്ക് ആദ്യം തോന്നിയത്. അത്തരത്തിലുള്ള ശബ്ദങ്ങളാണ് അകത്തുനിന്ന് കേൾക്കുന്നത്. ഇതെന്താ മേഡം? ഡ്രൈവർ ദാസപ്പനും പെട്ടെന്ന് കാറിൽ നിന്നിറങ്ങി. തന്നെപ്പോലെ ഞാനും ഈ മുറ്റത്ത് വരെ വന്നല്ലേ ഉള്ളൂ? ദേഷ്യത്തോടെ ചോദിച്ചുകൊണ്ട് മീനാക്ഷിയമ്മ വീടിനുള്ളിലേക്ക് വേഗം ചെന്നു. സിറ്റിംഗ് റൂമിൽ ആരുമില്ല. തൻ്റെ മുറിയുടെ ഭാഗത്തു നിന്നാണല്ലോ ശബ്ദം കേൾക്കുന്നത്. അവർക്ക് വേവലാതിയായി. ആ ഭാഗത്തേക്ക് ഓടിച്ചെന്ന മീനാക്ഷിയമ്മ കണ്ടു. തുറന്നു കിടക്കുന്ന വാതിൽക്കൽ അകത്തേക്ക് നോക്കി അമ്പരന്ന് നിൽക്കുകയാണ് കമലയും കുട്ടികളുമെല്ലാം. എന്താടി ഇവിടെ? അലറുകയായിരുന്നു അവർ. പക്ഷേ ആ ശബ്ദം ബഹളത്തിനിടയിൽ മുങ്ങിപ്പോയി. തിരിഞ്ഞു നോക്കിയ കമലയും കുട്ടികളും ഭീതിയോടെ ഇരുഭാഗത്തേക്ക് മാറി. മീനാക്ഷിയമ്മ അവർക്കിടയിലൂടെ വാതിൽക്കിലെത്തി. അകത്ത് തൻ്റെ ഇരുമ്പലമാര വെട്ടിപ്പൊളിക്കാൻ ശ്രമിക്കുന്ന ഗോകുലിനെയും അവനെ പിന്തിരിപ്പിക്കാൻ പാഴ്ശ്രമം നടത്തുന്ന മീരയെയും ഒരു മിന്നായം പോലെ കണ്ടു. കാലിൻ്റെ പെരുവിരൽ മുതൽ ഒരു വിറയൽ തുള്ളിത്തുടങ്ങുന്നത് മീനാക്ഷിയമ്മ അറിഞ്ഞു. എടാ, ഗർജിച്ചുകൊണ്ട് അവർ അകത്തേക്ക് പാഞ്ഞു കയറി. അവനെ ബലമായി പിടിച്ച് തൻ്റെ നേരെ തിരിച്ചു നിർത്തിയതും സർവ്വശക്തിയും സമാഹരിച്ച് കവിളടക്കം ഒന്ന് പൊട്ടിച്ചതും ഒപ്പമായിരുന്നു. സർവ്വ കോലാഹലങ്ങളും ഒറ്റ നിമിഷം കൊണ്ട് നിന്നു. സർവത്ര നിശബ്ദത. എന്ത് തോന്നിയസമാണിത്? മീനാക്ഷിയമ്മ വീണ്ടും അവനെ തല്ലി. എന്നാൽ മൂന്നാമതും തല്ലാനഞ്ഞ അവരുടെ കൈ തടഞ്ഞുകൊണ്ട് അവൻ വലത് കൈയിൽ ചുറ്റിക ഉയർത്തി. തൊട്ടു പോകരുതന്നെ. തൊട്ടാൽ തള്ളയാണെന്നും നോക്കത്തില്ല ഞാൻ. ഒറ്റയടിക്ക് തലമണ്ട കീറിക്കളയും. അവൻ നിന്ന് ശക്തിയായി കിതച്ചു. ആ ശബ്ദം പോലും മാറിപ്പോയിരിക്കുന്നെന്ന് മീനാക്ഷിയമ്മയ്ക്ക് തോന്നി. മുഖത്ത് കൊല്ലാൻ വെമ്പി നിൽക്കുന്ന ഒരു കാട്ടുമൃഗത്തിൻ്റെ ക്രൗര്യം. ഗോകുൽ, എന്തായത്? അമ്മയോടാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? വിട അമ്മയെ. മീര ഇടയിൽ കയറി. മാറി നിൽക്കടി ചൂലേ. ഇല്ല, ഞാൻ മാറില്ല. അല്ലെങ്കിൽ ഗോകുൽ എന്നെ ആദ്യം കൊല്ല്. പറയുക മാത്രമല്ല, അവൾ ബലമായി തന്നെ അവൻ്റെ കൈ മീനാക്ഷിയമ്മയുടെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും ചെയ്തു. നടുക്കത്തോടെ മീനാക്ഷിയമ്മ പിന്നോക്കം മാറി. നീ എൻ്റെ നേരെ കൈയോങ്ങിയല്ലടാ. ദേഷ്യവും സങ്കടവും ഒന്നിച്ചുണ്ടായ മീനാക്ഷിയമ്മയുടെ ഒച്ച ചിലമ്പിപ്പോയി. കൈ ഓങ്ങുക മാത്രമല്ല, അവൻ പൂർത്തിയാക്കും മുമ്പ് മീര അവൻ്റെ വായ്പൊത്തി. ഗോകുൽ. അവൻ്റെ കണ്ണുകളിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് അവൾ വിളിച്ചു.
ആ കണ്ണുകളിൽ ഒരു പിടച്ചിൽ. ക്രൗര്യം പതുക്കെ പതുക്കെ ഒന്നയഞ്ഞു. മീര അവൻ്റെ കയ്യിൽ നിന്ന് ചുറ്റിക വാങ്ങി. പിന്നെ മീനാക്ഷി അമ്മയെ ഒന്ന് നോക്കിയിട്ട് പിന്തിരിഞ്ഞു. ആരെയും ശ്രദ്ധിക്കാതെ പുറത്തേക്ക് നടക്കാൻ ഭാവിക്കുകയായിരുന്നു ഗോകുൽ. നീ ഒന്ന് നിന്നേ. ആത്മസംയമനം വീണ്ടെടുത്തതുപോലെ മീനാക്ഷി അമ്മ പറഞ്ഞു. അവൻ നിന്നു. എന്താ നിന്റെ ഉദ്ദേശ്യം? എനിക്ക് പണം വേണം. മുരളം പോലെയായിരുന്നു ആ ശബ്ദം. അതിരിക്കുന്നത് എവിടെയാണെന്ന് എനിക്കറിയില്ലല്ലോ. ഓഹോ. സൂചിക്കുഴലിലൂടെ നോക്കുന്ന പോലെ കണ്ണുകൾ ചുളിച്ച് മീനാക്ഷി അമ്മ അവനെ നോക്കി. എൻ്റെ മോൻ അധ്വാനിച്ചുകൊണ്ട് കോടികളല്ലേ അമ്മയെ ഏൽപ്പിച്ചിരിക്കുന്നത്, തോന്നുമ്പോൾ കയറിയെടുക്കാൻ അല്ലേ? ഞാൻ അധ്വാനിച്ചില്ലെങ്കിൽ എന്താ? എൻ്റെ ഭാര്യയുടെ ലക്ഷക്കണക്കിന് രൂപയും സ്വത്തുക്കളും നിങ്ങളുടെ പേരിലല്ലേ? എൻ്റെ ഭാര്യയുടെ ഷെയറുകൾ എന്ന് പറഞ്ഞാൽ അത് എൻ്റേതും കൂടിയല്ലേ? ഇനി അത് തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അച്ചാർ കമ്പനിക്കും മറ്റു സ്വത്തുക്കൾക്കും എനിക്ക് ഉണ്ടല്ലോ അവകാശം. തരാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ? മീനാക്ഷി അമ്മയുടെ ഭാവം വീണ്ടും മാറിത്തുടങ്ങി. ഒന്നുകിൽ നിങ്ങളെ ഞാൻ കൊല്ലും, അല്ലെങ്കിൽ എൻ്റെ ഷെയറിന് വേണ്ടി കേസ് കൊടുക്കും. ഈ പറഞ്ഞതിന് രണ്ടിനും നിനക്ക് കഴിഞ്ഞില്ലെങ്കിലോടാ? ഭീഷണിയാണോ? അങ്ങനെ കൂട്ടിക്കോ. എങ്കിൽ കാണാം. കാണാം. രോഷത്തോടെ അവനിറങ്ങി. കമലയും കുട്ടികളും മടിച്ച് അകത്തേക്ക് കയറാൻ ഭാവിച്ചു. വേണ്ട, ആരും ഇങ്ങോട്ട് വരണ്ട. മീനാക്ഷി അമ്മ പെട്ടെന്ന് വാതിൽ അടച്ചു കൊളുത്തിട്ടു. പിന്നെ തിടുക്കത്തിൽ മേശയ്ക്കുള്ളിൽ നിന്ന് താക്കോൽക്കൂട്ടം പുറത്തെടുത്ത് അലമാര തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ കഴിഞ്ഞില്ല. എങ്കിലും അവർക്ക് ആശ്വാസമാണ് തോന്നിയത്. ദീർഘമായി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് കൈകൾ ശിരസിലൂന്നി അവർ കസേരയിലിരുന്നു. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ മുറിയിൽ ചെന്ന് കയറിയ ഗോകുലിനോട് മീര ദേഷ്യപ്പെട്ടു. എന്നാലും ഗോകുൽ കാണിച്ചത് കടന്ന കൈയായിപ്പോയി. രാവിലെ താക്കോൽ കൊണ്ട് അലമാര തുറന്നതല്ലേ, വീണ്ടും തുറക്കണമെങ്കിൽ അങ്ങനെ ആയിക്കൂടായിരുന്നോ? നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ ഭാര്യയെ. ചിരിച്ചുകൊണ്ട് അവർ അവളെ പിടിച്ച് തൻ്റെ അടുത്തിരുത്തി. ഇതൊക്കെ നിന്റെ ഭർത്താവ് ഉദ്യോഗം നയിക്കുന്ന ഈ ഉള്ളവൻ്റെ ഒരു തമാശയല്ലേ? പിന്നെ തമാശ. പരിഭവത്തോടെ അവൾ എഴുന്നേൽക്കാനാഞ്ഞു. എന്നാൽ അവൻ പിടിച്ചിരുത്തി. കാര്യം ഇതൊക്കെ പറഞ്ഞാലും ദേഷ്യം വരുമ്പോൾ നിന്നെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ അവിടുന്ന് വിഷയം മാറ്റണ്ട. എങ്കിൽ നിന്നോട് മാത്രം പറയാം. ഗോകുൽ ഗൗരവത്തിലായി. ഞാൻ താക്കോൽ എടുക്കാതെ അലമാര തല്ലി പൊളിക്കാൻ ശ്രമിച്ചത് എന്തിനാണെന്നാണ് നിന്റെ വിചാരം? ഒക്കെ ഒരു നമ്പറല്ലേ? മീര പുരികം ചുളിച്ചു. ഇനി ആ അലമാര അത്ര വേഗം തുറക്കാൻ അമ്മയ്ക്ക് കഴിയില്ല. തുറന്നാൽ അതിലെ രേഖകൾ കാണാതായ വിവരം അമ്മ അറിയും. അത് പാടില്ല. കമ്പനിയിൽ നിന്ന് ആളിനെ കൊണ്ടുവന്ന് അത് തുറപ്പിച്ചാലോ? അതെന്തായാലും ഉടനെയെങ്ങും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഞാൻ അലമാര കുത്തി പൊളിക്കാൻ ശ്രമിച്ചെന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ അതിൻ്റെ നാണക്കേട് അമ്മയ്ക്ക് തന്നെയാ. മാത്രവുമല്ല, പെട്ടെന്ന് എടുക്കേണ്ടതൊന്നും ആ അലമാരയിൽ അമ്മ സൂക്ഷിച്ചിട്ടില്ല. കഷ്ടം തന്നെയാണേ. നീട്ടി പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈ മാറ്റി അവൾ എഴുന്നേറ്റു. മീരെ, അവൻ പറഞ്ഞു, ഇനി ഇവിടെ പലതും നടക്കും. എനിക്ക് ഇനി പറയാനുള്ളത് നീ ശ്രദ്ധിക്കണം, അനുസരിക്കണം. നമ്മുടെ രണ്ടുപേരുടെയും നിലനിൽപ്പിൻ്റെയും ലക്ഷ്യത്തിലെത്തുന്നതിൻ്റെയും ആവശ്യത്തിനാണിത്. സംശയത്തോടെ മീര വീണ്ടും അവനെ തന്നെ നോക്കി ഇരുന്നു. വൈകിട്ട് തിരുവനന്തപുരത്ത് നിന്ന് സാജനും ശാന്തയും രേഷ്മയും മടങ്ങിയെത്തി. മകൾക്ക് അപകടം പറ്റിയതിന് ശേഷം സാജനും ശാന്തയും ആദ്യമായാണ് മടങ്ങി വരുന്നത്. രാധികയെ തനിച്ചവിടെ ആക്കിയിട്ട് നിങ്ങളെല്ലാം ഇങ്ങ് പോന്നോ? മീനാക്ഷി അമ്മ രേഷ്മയെ സൂക്ഷിച്ചു നോക്കി. അവിടെ പ്രസാദമുണ്ടല്ലോ അമ്മേ. ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ. ശരി. മീനാക്ഷി അമ്മ എല്ലാവരോടുമായി പറഞ്ഞു. എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്. അപ്പോഴേക്കും ശരത്തുമെത്തി. കമല ഭർത്താവിനോട് അവിടെ നടന്ന സംഭവങ്ങൾ മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ചു. കാര്യങ്ങൾ അവിടെ വരെയായി. പല്ലു ഞെരിച്ചുകൊണ്ട് ശരത്ത് തലയാട്ടി. 1 മണിക്കൂറിന് ശേഷം ഗോകുൽ ഒഴികെയുള്ള മക്കൾ മീനാക്ഷി അമ്മയുടെ മുന്നിലെത്തി. നിങ്ങളിരിക്കെ, മീനാക്ഷി അമ്മ പറഞ്ഞു. അവർ ഇരുന്നു. ഇവിടുത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞെന്നാണ് എൻ്റെ വിശ്വാസം. അവർ തലയാട്ടി. ഞാൻ എന്ത് വേണം? നിങ്ങൾ തന്നെ പറ. ഇത്രയും കാലം അമ്മയിൽ നിന്ന് കേട്ട ശബ്ദമല്ലാതെന്ന് അവർക്ക് തോന്നി. ഒരു പരാജിതയുടെ ശബ്ദം. ഗോകുലിനെ നിലയ്ക്ക് നിർത്തണം, അതേയുള്ളൂ പോംവഴി. രേഷ്മയാണ് പറഞ്ഞത്. മീനാക്ഷി അമ്മ ചിന്താധീനയായി. അമ്മ ആദ്യം ധൈര്യത്തോടെ ഇരിക്കെ, ഞങ്ങളൊക്കെയല്ലേ കൂടെ. സാജൻ നിവർന്നിരുന്നു. 2-3 ദിവസങ്ങൾ കഴിയുമ്പോൾ ഉത്രമോളെ ഇങ്ങോട്ട് കൊണ്ടുപോരാം. പക്ഷേ അവളുടെ കാര്യങ്ങൾ നോക്കാൻ തന്നെ 2 പേര് വേണം. ഒന്നുകിൽ ഹോം നേഴ്സിനെ വയ്ക്കണം, അല്ലെങ്കിൽ അവളെ ശാന്തയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അമ്മ എന്തു പറയുന്നു? മക്കളുടെ പിന്തുണ തനിക്കുണ്ടെന്ന് മനസ്സിലായപ്പോൾ മീനാക്ഷി അമ്മ ധൈര്യവതിയായി. ഉത്രമോളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുള്ളൂ. അവളെ നോക്കാൻ ഇവിടെ ആളുണ്ട്. മീരയുടെ കാര്യമല്ലേ അമ്മ ഉദ്ദേശിച്ചത്. പക്ഷേ ഗോകുൽ സമ്മതിക്കുമോ? രേഷ്മയ്ക്ക് സംശയം. അവൻ്റെ സമ്മതം ആർക്ക് വേണം? എന്ത് വേണമെന്ന് എനിക്കറിയാം. പെട്ടെന്നാണ് ഗോകുൽ അങ്ങോട്ട് വന്നത്. അതോടെ എല്ലാവരും സംസാരം നിർത്തി. സംശയത്തോടെ പരസ്പരം നോക്കി. അമ്മ എന്നോട് ക്ഷമിക്കണം. ആ നേരത്തെ അങ്ങനെയൊക്കെ പറഞ്ഞതിനും പ്രവർത്തിച്ചതിനും അവൻ്റെ ശബ്ദം പതിഞ്ഞിരുന്നു. തോന്നിയസം കാണിച്ചിട്ട് ഇപ്പോൾ ക്ഷമ പറഞ്ഞാൽ മതി അല്ലടാ. ശരത്ത് അലറി. അടിച്ചു നിന്റെ കരണം പുകയ്ക്കാണ് വേണ്ടത്. ഗോകുൽ തല കുനിച്ചു. അടിക്കണമെങ്കിൽ ആവാം. എതിർത്ത് ഒരക്ഷരം പോലും പറയില്ല ഞാൻ. പിന്നെ നീ എന്തിനാടാ അപ്പോൾ അങ്ങനെയൊക്കെ പെരുമാറിയത്? മീനാക്ഷിയമ്മ കഴിച്ചുകൊണ്ടി. സത്യം പറഞ്ഞാൽ അവൻ ശബ്ദം താഴ്ത്തി. മീര പറഞ്ഞിട്ടാണ് ഞാൻ. നിർത്തടാ പെൺകോന്താ. എനിക്ക് അപ്പോഴേ സംശയമുണ്ടായിരുന്നു. മീനാക്ഷിയമ്മ ചാടി എഴുന്നേറ്റു. ഇനിയെങ്കിലും അമ്മയെ അനുസരിക്കാൻ നോക്ക്. ഞാനങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞമ്മേ. നന്നായി. മീനാക്ഷിയമ്മ അവൻ്റെ തോളിൽ തൊട്ടു. 10 മാസം ചുമന്നുപറ്റ അമ്മയ്ക്ക് മക്കളിൽ നിന്നൊരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ പ്രയാസം തോന്നും. ഏതായാലും നീ തെറ്റ് സ്വയം മനസ്സിലാക്കിയല്ലോ. അമ്മയ്ക്ക് സന്തോഷമായി. മീനാക്ഷി അമ്മ ചിരിച്ചു. ഗോകുലും.
ഉള്ളിലുണ്ടായ സന്തോഷം പുറത്ത് പ്രകടിപ്പിക്കാതെ ഗോകുൽ മുറിയിലേക്ക് മടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ മീര വന്ന് അവനെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. എല്ലാവരും അവിടെയുണ്ടോ? ഉണ്ട്. നീ പോയിക്കോ, ഞാൻ വന്നേക്കാം. അല്പം കഴിഞ്ഞ് അവൻ തീൻമുറിയിലെത്തുമ്പോൾ മീനാക്ഷിയമ്മയും സാജനും ശരത്തും അവരുടെ ഭാര്യമാരും രേഷ്മയുമുണ്ട്. 2 കസേര ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഒന്നിൽ ഗോകുൽ ഇരുന്നു. അവൻ ഇരുന്നതും മീരയും വന്ന് തൊട്ടടുത്ത കസേരയിൽ ഇരുന്നു. മറ്റുള്ളവർ നെറ്റിച്ചുളിച്ചു. യാതൊരു കൂസലുമില്ലാതെ അവൾ വന്ന് ഗോകുലിൻ്റെ അരികിൽ കസേരയിലിരുന്ന് പാത്രം മേശപ്പുറത്ത് വെച്ചു. നിന്നോടല്ലടി പിന്നീട് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞത്? ഗോകുൽ പല്ലു കടിച്ചു. ഞാൻ കൂടി ഇവിടെ ഇരുന്ന് കഴിച്ചാൽ എന്താ? മാനം ഇടിഞ്ഞു വീഴുമോ? എങ്കിൽ അവ തന്നെ ഒന്ന് കാണണമല്ലോ. ഭാര്യ ഭർത്താവിൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുന്നത് ലോകത്തിലെ ആദ്യത്തെ സംഭവമാണോ? മീര നീ? ഗോകുൽ ഇരുന്ന് പുകഞ്ഞു. ഈ ഇരിക്കുന്ന സാജൻ്റെയും ശരത്തേൻ്റെയും ഭാര്യമാർക്കെന്താ നിങ്ങളാരും ഭ്രഷ്ട് കൽപ്പിക്കാത്തത്? അവരെപ്പോലെ ഒരു സ്ത്രീയല്ലേ ഞാനും? അവരൊക്കെ കൊണ്ടുവന്നതിനേക്കാൾ കൂടുതൽ ഷെയറല്ലേ ഞാൻ അമ്മയുടെ പേരിൽ എഴുതി തന്നിരിക്കുന്നത്? അമ്മ തന്നെയല്ലേ നമ്മുടെ വിവാഹം അമ്പലത്തിൽ വെച്ച് നടത്തിയത്? മീര ശക്തിയായി കിതച്ചു. ഗോകുൽ നിസ്സഹായതയോടെ മീനാക്ഷി അമ്മയെ നോക്കി. അവർ മകൻ്റെ രക്ഷയ്ക്കെത്തി. നീ കൂടുതലൊന്നും സംസാരിക്കണ്ടേ? ഭർത്താവ് പറയുന്നത് ഭാര്യ അനുസരിക്കണം, അത്ര തന്നെ. ഓഹോ, മീര ചിരിച്ചു. അങ്ങനെ അനുസരണയുള്ളവളായിരിക്കണം ഭാര്യയെങ്കിൽ ഈ തറവാട്ടിൽ ഇന്നും ഗോകുലിൻ്റെ അച്ഛൻ ഉണ്ടാകുമായിരുന്നല്ലോ. മുഖത്തടിയേറ്റതുപോലെ മീനാക്ഷിയമ്മ പൊളഞ്ഞുപോയി. ഒറ്റ നിമിഷം കൊണ്ട് അവർ വിളറി വീർത്തു. ഉഷ്ണക്കാറ്റ് പോലെ മീരയുടെ ശബ്ദം വീണ്ടും ചീറി വീണു. ഭാര്യയ്ക്ക് അനുസരണയുണ്ടായിരുന്നെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഭർത്താവിൻ്റെ ഫോട്ടോയിൽ മാല ചാർത്തി വിളക്ക് വയ്ക്കുമായിരുന്നോ? മീനാക്ഷിയമ്മയ്ക്ക് ശബ്ദം പോലും നഷ്ടമായി. ക്ഷമിക്കണം ഗോകുൽ, ഞാനും ഒരു മനുഷ്യജീവിയാണ്. സങ്കടവും പ്രയാസങ്ങളുമൊക്കെ എനിക്കുമുണ്ട്. എല്ലാം ഉണ്ടാക്കി വയ്ക്കാൻ ഞാൻ മാത്രം. ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ ഒരു തെറ്റ്. ഒരു കാര്യം ചെയ്യേ, എൻ്റെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിയതൊക്കെ ഇങ്ങ് തിരിച്ചു തന്നേര്. ഞാൻ എൻ്റെ പാട് നോക്കിക്കൊള്ളാം. അവളെ സൂക്ഷിച്ചൊന്ന് നോക്കിയിട്ട് ഗോകുൽ എഴുന്നേറ്റു. ഭക്ഷണം കഴിക്കാതെ തിരിച്ചുപോയി. തൃപ്തിയായാലോട്ടി നിനക്ക്? രേഷ്മ ചീറി. അവൻ പോയല്ലോ. നോക്ക് ചേച്ചി, ഇത്രയും നാൾ ഞാനിവിടെ അടിമപ്പണി ചെയ്തു. ഇനി എനിക്കതിന് കഴിയില്ല. എന്നെ കൂടുതൽ ഭരിക്കാമെന്ന് ആരും കരുതുകയും വേണ്ട. അങ്ങനെ വന്നാൽ പീഡനത്തിൻ്റെ പേരിൽ നിങ്ങൾ അമ്മയും മക്കളെയും എല്ലാം കോടതി കയറ്റും ഞാൻ, ഓർത്തോ. പിന്നെ ഒറ്റ ദിവസം പോലും ഭർത്താവിനെയും അമ്മയെയും അനുസരിക്കാൻ തയ്യാറാകാത്ത ചേച്ചി കൂടുതൽ വർത്തമാനം പറയണ്ട. അതോടെ രേഷ്മയുടെയും നാവടഞ്ഞു. അവളും എഴുന്നേറ്റു. മറ്റുള്ളവരെ നോക്കി പരിഹസിച്ചു. എല്ലാവരും ഇവിടെ തന്നെ ഇരുന്നോ? ഇവിടെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കാൻ. മുഖം വീർപ്പിച്ചുകൊണ്ട് സാജനും ശരത്തും എഴുന്നേറ്റു. മീനാക്ഷിയമ്മ മാത്രം എഴുന്നേറ്റില്ല. മറ്റുള്ളവർ പോയി കഴിഞ്ഞപ്പോൾ അവർ മുഖമുയർത്തി കത്തുന്ന ഭാവത്തോടെ. മീരേ, കല്ലിച്ച ശബ്ദം. നിന്നോട് മാത്രമായി സംസാരിക്കാൻ ഞാൻ മിണ്ടാതിരുന്നത്. അവർ എഴുന്നേറ്റു. നീ എന്താടി എന്നെക്കുറിച്ച് കരുതിയത്? വെറും പെണ്ണാണെന്നോ? അല്ലടി, അല്ല. വേണ്ടി വന്നാൽ നിന്നെ കൊന്ന് കുഴിച്ചു മൂടും ഞാൻ. എന്നെ നിനക്ക് ശരിക്കറിയില്ല. മീരയും എഴുന്നേറ്റു. ഇതൊന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട മീനാക്ഷിയമ്മേ. ഞാൻ ആരെന്ന് നിങ്ങൾക്കോ ശരിക്കറിയത്തില്ല. ഒന്നും തുടങ്ങിയില്ല, ഞാനും തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. ഇനി എന്നെ ഭരിക്കാൻ വന്നാൽ നീ എന്ത് ചെയ്യൂടി? എന്തും ചെയ്യും. നിങ്ങളുടെ മറ്റു മരുമക്കൾക്ക് അറിയാത്തത് പലതും എനിക്കറിയാം. നിനക്ക് എന്തറിയാമെന്നാടി? ആദ്യ സത്യം, ഗോകുൽ നിങ്ങളുടെ മകനല്ല എന്നുള്ളതാണ്. കൈക്കുഞ്ഞുമായി ഇവിടെ എത്തിയ ഒരു സ്ത്രീയെ നിങ്ങൾ ഇവിടെ താമസിപ്പിക്കുകയും അവരുടെ സ്വത്തുക്കൾ കൈവശപ്പെടുത്തുകയും ചെയ്തു എന്നുള്ള സത്യമാണ് രണ്ടാമത്തത്. മൂന്നാമത്തെ സത്യം, അവരുടെ ഭർത്താവിനെ നിങ്ങൾ തല്ലിക്കൊല്ലാൻ ആളെ അയച്ചതാണ്. ഇക്കാര്യമൊക്കെ ഗോകുലിനോട് പറയട്ടെ ഞാൻ? പിന്നെ എന്തുണ്ടാകുമെന്ന് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാമല്ലോ. മീനാക്ഷിയമ്മയ്ക്ക് മറുപടിയില്ലായിരുന്നു. വിവശതയോടെ അവർ കസേരയിലേക്ക് തന്നെ വീണു. ഒരു നിമിഷം മീനാക്ഷിയമ്മയുടെ നേരെ നോക്കി നിന്ന് മീര. ഹൃദയത്തിനുള്ളിൽ കിടന്ന് ഒരു തീപ്പന്തം കത്തുന്നത് പോലെ അവൾക്ക് തോന്നി. നോക്ക്, എപ്പോഴും എനിക്കിങ്ങനെ ഇക്കാര്യം ഓർമ്മിപ്പിക്കാനൊന്നും നേരമില്ല. എൻ്റെ രീതിയും അതല്ല. അതുകൊണ്ട് ഇനി എന്നെ ഭരിക്കാൻ വന്നാൽ. അർദ്ധോക്തിയിൽ നിർത്തിക്കൊണ്ട് അവൾ തിരിഞ്ഞ് വാഷ് ബേസിനിൽ പോയി കൈ കഴുകി. എഴുന്നേറ്റ് പോയി ഒന്ന് കിടക്കണമെന്നുണ്ടായിരുന്നു മീനാക്ഷിയമ്മയ്ക്ക്. പക്ഷേ കഴിഞ്ഞില്ല. എങ്ങനെ ഇതൊക്കെ മീര അറിഞ്ഞു? അതാണ് മീനാക്ഷിയമ്മയെ കൂടുതൽ ഭയപ്പെടുത്തിയത്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുഞ്ഞുമായി വന്ദന പടി കയറി വരുന്നത് അവരുടെ കണ്ണിൽ തെളിഞ്ഞു. വന്നത് തൻ്റെ ഭർത്താവിൻ്റെ കൂടെ. ആട്ടിയിറക്കാൻ ഭാവിച്ചതാണ് താൻ. പക്ഷേ അദ്ദേഹം തടഞ്ഞു. മീനാക്ഷി, പാടില്ല. ഞാനും ഇവളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നിനക്കറിയാമല്ലോ കരുണാകരനെ. അവൻ്റെ ഭാര്യയും കുഞ്ഞുമാണിത്. അവൻ മടങ്ങി വരും വരെ മറ്റാരും അറിയാതെ ഇവൾക്കൊരു ഷെൽട്ടർ, അതുമതി. അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നത് നമുക്ക് തന്നെ. പ്രയോജനം ഉണ്ടായല്ലോ, പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ. ഇതൊക്കെ ഇനി കൈവിട്ടു പോകുക എന്ന് പറഞ്ഞാൽ? മീനാക്ഷിയമ്മ വല്ലവിധേനയും എഴുന്നേറ്റു. വെച്ച് തൻ്റെ കിടപ്പുമുറിയിലേക്ക് നടന്നു. അപ്പോൾ ഗോകുലിൻ്റെ അടുത്തെത്തിയിരിക്കുകയായിരുന്നു മീര. എങ്ങനെയുണ്ടായിരുന്നു ഗോകുൽ എൻ്റെ പ്രകടനം? കലക്കി. കൈക്കൊട്. അവൻ അവളുടെ കൈ പിടിച്ച് കുലുക്കി. മീനാക്ഷിയമ്മയോട് താൻ പറഞ്ഞതെല്ലാം ഒന്നുകൂടി അവൾ ആവർത്തിച്ചു. എങ്ങനെയുണ്ടായിരുന്നു അമ്മയുടെ റിയാക്ഷൻ? കാറ്റുപോയ ബലൂൺ പോലെ. ഗോകുൽ ചിരിച്ചു. മീരയും. പിറ്റേന്ന് മീനാക്ഷിയമ്മ കമ്പനിയിലേക്ക് പോകാൻ തയ്യാറായി. അവർ ഹാളിൽ എത്തിയപ്പോഴേക്കും ഗോകുലും ഒരുങ്ങി അവർക്കൊപ്പം എത്തി. നീ എങ്ങോട്ടാ? സ്നേഹത്തോടെയാണ് മീനാക്ഷിയമ്മ തിരക്കിയത്. ഗോകുൽ ഉള്ളിൽ ചിരിച്ചു. ഇന്നലത്തെ മീരയുടെ പ്രകടനം ഏറ്റിരിക്കുന്നു. താൻ ഒന്നും അറിഞ്ഞിട്ടില്ലെന്നും
ഇനി ഒന്നും അറിയരുതെന്നും അമ്മ കരുതുന്നു. ഈ വീട്ടിലിരുന്നാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും അമ്മേ. അതുകൊണ്ട് ഞാനും വരികയാണ് കമ്പനിയിലേക്ക്, അവൻ പറഞ്ഞു. നന്നായി, നിന്നോട് ഇക്കാര്യം പറയണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഞാൻ. ഇരുവരും പുറത്തേക്ക് പോകാൻ ഭാവിച്ചപ്പോൾ മീര ഓടിയെത്തി. ഗോകുൽ എങ്ങോട്ടാ? ഒന്നും കഴിക്കാതെ? അവൻ അവളെ രൂക്ഷമായി നിന്ന് നോക്കി. ഒരു വഴിക്ക് പോകാനിറങ്ങുമ്പോൾ പിന്നാലെ വന്ന് വിളിക്കരുതെന്ന് അറിയില്ലേ നിനക്ക്? പിന്നാലെ വന്നെങ്കിലും ഒപ്പം നിന്നല്ലേ ഞാൻ ചോദിച്ചത്. അല്ലെങ്കിൽ അമ്മ പറയട്ടെ. മീര മീനാക്ഷി അമ്മയുടെ നേർക്ക് തിരിഞ്ഞു, വെല്ലുവിളിക്കും പോലെ. അമ്മ ശരിയായ കാര്യം പറയുമെന്ന് എനിക്കറിയാം. കണ്ണടയ്ക്കുള്ളിൽ മീനാക്ഷി അമ്മയുടെ കണ്ണുകളൊന്ന് കോർത്തു. മീരയുടെ ചുണ്ടിൽ പകുതി തെളിഞ്ഞു നിൽക്കുന്ന പുഞ്ചിരി തന്നോടുള്ള വെല്ലുവിളിയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. മീര പറഞ്ഞതാ ഗോകുൽ നേരെ. അവൾ പിന്നിൽ നിന്നല്ല നിന്നെ വിളിച്ചത്. അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. ഓക്കെ. ഉള്ളിൽ ചിരിച്ചെങ്കിലും ഗോകുൽ അത് പുറത്ത് പ്രകടിപ്പിച്ചില്ല. നീ എൻ്റെ ഭാര്യയാണെന്ന് കരുതി ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും എന്നെ ഓർമ്മിപ്പിക്കണമെന്നില്ല. അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ഗോകുൽ ആദ്യം ഇറങ്ങി. മീര ശബ്ദം താഴ്ത്തി മീനാക്ഷി അമ്മയോട് പറഞ്ഞു. മകനെ ഒപ്പം നിർത്തി എന്നോട് യുദ്ധം പ്രഖ്യാപിക്കാനൊന്നും തോന്നിയേക്കല്ലേ? പല്ലു കടിച്ചതല്ലാതെ മീനാക്ഷി അമ്മ ഒന്നും പറഞ്ഞില്ല. അവർ കമ്പനിയിലെത്തി. മീനാക്ഷി അമ്മ ഓഫീസിലേക്ക് കടന്നപ്പോൾ ഗോകുൽ ഫാക്ടറിക്കുള്ളിൽ തൊഴിലാളികളുമായി കുശലം പറഞ്ഞു. ബോട്ട്ലിംഗ് യൂണിറ്റിൻ്റെ അടുത്തുള്ള ഇടനാഴിയിൽ വെച്ച് മാനേജർ രാമസ്വാമിയെ കണ്ടപ്പോൾ ഗോകുൽ നിന്നു. സ്വാമിയും. കുഞ്ഞനോട് പൊറുക്കണം. സ്വാമി അടുത്തെങ്ങും ആരുമില്ലെന്ന് ഉറപ്പാക്കിയിട്ട് ക്ഷമാപണം ചെയ്തു. മീനാക്ഷി അമ്മ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മീരയുടെ പേരിൽ കിടന്നിരുന്ന രൂപ. ഗോകുൽ രൂക്ഷമായി അയാളെ നോക്കി. സ്വാമിക്ക് എന്നോടൊന്ന് സൂചിപ്പിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. ആരോട് പറയരുതെന്ന് മാഡത്തിൻ്റെ കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു. ഗോകുൽ അമർത്തി മൂളി. അതുപോട്ടെ, ഞാനും അമ്മയും തമ്മിൽ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായാൽ അത് ഞാൻ അറിയണം. നിങ്ങളുടെ പേര് ഒരിക്കലും എൻ്റെ നാവിൽ നിന്ന് പുറത്തു പോകില്ല. സ്വാമി തലയാട്ടി. ഗോകുൽ ഓഫീസിൽ ചെല്ലുമ്പോൾ മീനാക്ഷി അമ്മ ഫയലുകളൊക്കെ നോക്കി വെച്ചിരുന്നു. വാമ അച്ചാർ കമ്പനി സ്റ്റേയിൽ ആയതിനാൽ നമുക്ക് കച്ചവടം നടക്കുന്നുണ്ടോ അമ്മേ? അവൻ കസേരയിലിരുന്നു. അല്പം മെച്ചമില്ലെന്ന് പറയാതിരിക്കാനാവില്ല. അവർ കണ്ണടയെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് കർച്ചീഫ് എടുത്ത് കണ്ണൊന്ന് തുടച്ചു. ഇനി എത്ര കേസ് പറഞ്ഞാലും ആ കമ്പനി തുറക്കാൻ പാടില്ല. ഇപ്പോൾ എൻ്റെ കൂടി ഒരു വാശിയാത്. പെട്ടെന്ന് എന്താ നിനക്കങ്ങനെ തോന്നാൻ? മീനാക്ഷി അമ്മ പുഞ്ചിരിച്ചു. ഒന്നാമത് ആ രാജീവിനോടുള്ള പക തന്നെ. പിന്നെ മീരയുടെ ഇപ്പോഴത്തെ സ്വഭാവം. അവൾ ശരിക്കും ആരാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് അത്രയും നാൾ വേണ്ടി വന്നു. മീനാക്ഷി അമ്മ സാഗുതം അവൻ്റെ മുഖത്ത് നോക്കിയിരുന്നു. വാസ്തവത്തിൽ അവൾക്ക് വേറെ ചിലതൊക്കെയോ ലക്ഷ്യമെന്ന് എനിക്ക് തോന്നുന്നു. ഗോകുൽ തുടർന്നു. അനിരുദ്ധൻ അങ്കിളിനെ പണ്ട് അമ്മ ഈ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയതിന് പകരം വീട്ടാൻ തന്നെയാണ് അവളുടെ പരിപാടി. അതുകൊണ്ട് നമ്മളെ പരസ്പരം പിണക്കാൻ വേണ്ടി അവൾ എന്ത് നുണയും പറയും. അവൻ്റെ സംസാരം കേട്ടപ്പോൾ മീനാക്ഷി അമ്മയ്ക്ക് സന്തോഷമായി. എനിക്കും അങ്ങനെയൊരു സംശയം ഉണ്ടായിരുന്നു മോനെ. ഇക്കണക്കിനാണെങ്കിൽ അവൾ വേണമെങ്കിൽ പറയും നമ്മൾ അമ്മയും മകനുമല്ലെന്ന്. അവർ തന്ത്രപൂർവ്വം വിഷയം അവതരിപ്പിച്ചു. മീരയ്ക്ക് ഒരു മുഴ മുമ്പേ എറിയുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നിട്ട് സൂത്രത്തിൽ ഗോകുലിനെ നോക്കുകയും ചെയ്തു. അങ്ങനെ പറയാനിങ്ങ് വരട്ടെ, അടിച്ച് പല്ലു കൊഴിക്കുന്നേ, ഗോകുൽ വീറോടെ പറഞ്ഞു. മനസ്സിൽ മീനാക്ഷി അമ്മയുടെ ബുദ്ധിയെ പുച്ഛിക്കുകയും ചെയ്തു. അവർ കുറച്ചു നേരം കൂടി സംസാരിച്ചിരുന്നു. ഇതിനിടെ മീനാക്ഷി അമ്മ തിരക്കി. നിനക്ക് പണത്തിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോടാ? അത് പിന്നെ. അവൻ വെറുതെ ചിരിച്ചു. അപ്പോൾ തന്നെ മീനാക്ഷി അമ്മ പ്യൂണിനെ വിളിച്ച് ഒരു ചെക്ക് എഴുതി കൊടുത്ത് ബാങ്കിലേക്ക് അയച്ചു. 10 മിനിറ്റിനുള്ളിൽ 2000-ൻ്റെ ഒരു കെട്ട് നോട്ട് കൊണ്ടുവന്ന് അയാൾ മീനാക്ഷി അമ്മയെ ഏൽപ്പിച്ചു. അവരത് ഗോകുലിന് നൽകി. 2 ലക്ഷം രൂപയൊന്നും വേണ്ടായിരുന്നല്ലോ അമ്മേ. ഇരിക്കട്ടടാ, നേരം ഉച്ചയായി. ഇന്ന് നമുക്ക് വീട്ടിൽ പോകാതെ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ചാലോ അമ്മേ? മീനാക്ഷി അമ്മയ്ക്ക് എതിർപ്പുണ്ടായിരുന്നില്ല. മാത്രമല്ല ആശ്വാസമാണ് തോന്നിയതും. മീരയുടെ മുന്നിൽ ചെല്ലണ്ടല്ലോ. ഇരുവരും കാറിൽ കയറി. ഏതെങ്കിലും നല്ല ഹോട്ടലിലേക്ക് വിട്ട് ദാസപ്പെട്ടാ പറയുന്നതിനിടയിൽ ഗോകുൽ അയാളെ നോക്കി ഒന്ന് കണ്ണിറുക്കി. മീനാക്ഷി അമ്മ അത് കണ്ടില്ല. ഹൈവേ റിസോർട്ട് നല്ലതാണെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. എന്നാൽ അങ്ങോട്ട് പോകാം. ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. ദാസപ്പൻ കാർ വിട്ടു. ഭംഗിയായി നട്ടുവളർത്തിരിക്കുന്ന എണ്ണപ്പനകളുടെ തണലിൽ കാറിട്ടു. ദാസപ്പൻ അവിടെ തന്നെ ഇരുന്നതേയുള്ളൂ. മീനാക്ഷി അമ്മയും ഗോകുലും ഹോട്ടലിലേക്ക് നടന്നു. പെട്ടെന്ന് ഓർത്തതുപോലെ ഗോകുൽ ദാസപ്പനെ വിളിച്ച് ഒരു 100 രൂപ കൊടുത്തു. ദാസപ്പേട്ടനും പോയി കഴിക്കേ. ആ, അപ്പുറത്ത് ഒരു ഹോട്ടലുണ്ട്. ഞാൻ അങ്ങോട്ട് പോകാം. ശരി. കാർ ലോക്ക് ചെയ്തിട്ട് ദാസപ്പൻ പോയി. വാച്ചർ ഭവ്യതയുടെ വാതിൽ തുറന്നു. മീനാക്ഷി അമ്മയും ഗോകുലും AC ഹാളിലേക്ക് കയറി. ഹാളിൻ്റെ വലത്ത് ഭാഗത്തായിരുന്നു റെസ്റ്റോറൻറ്റ്. അവർ അവിടെ ഫാമിലി റൂമിലിരുന്നു. ജനൽ ഗ്ലാസ്സിലൂടെ കായലിൻ്റെ ഒരു ഭാഗം കാണാം. കെട്ടുവള്ളത്തിൽ ചെളി കുത്തി നിറച്ച് ഒരാൾ നീണ്ട കഴുക്കോലൂന്നി വടക്കോട്ട് പോകുന്നത് മീനാക്ഷി അമ്മ കണ്ടു. ഇവിടെ എന്താ വേണ്ടതെന്ന് ചോദിക്കേ, ഹാഫ് ഡോർ തുറന്ന് പിടിച്ചുകൊണ്ട് ഒരാൾ വെയിറ്ററോട് പറഞ്ഞു. ഗോകുൽ അയാളൊന്ന് നോക്കിയിട്ട് മേശപ്പുറത്ത് കിടന്നിരുന്ന മെനു എടുത്ത് ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്നാൽ അയാളെ കണ്ട് മീനാക്ഷി അമ്മ ഞെട്ടിപ്പോയി. കരുണാകരൻ. പുറത്തേക്ക് വന്ന ശബ്ദം അവർ പെട്ടെന്ന് അമർത്തി. എന്താമ്മേ? ഗോകുൽ മുഖമുയർത്തി. ഒന്നുമില്ലെന്ന് അവർ തല കൊണ്ട് ആംഗ്യം കാണിച്ചു. ഗോകുൽ കരുണാകരനെ നോക്കി. വെയിറ്റർമാരില്ലേ? ഇപ്പോൾ വരൂ സാർ. മീനാക്ഷി അമ്മയിൽ നിന്ന് അയാൾ കണ്ണുകൾ മാറ്റി. നിങ്ങളാരാ? ഗോകുൽ അയാളുടെ മുഖത്തേക്കും ക്രിസസിലേക്കും മാറി മാറി നോക്കി. എൻ്റേതാണ് ഈ ഹോട്ടൽ. ഓ,
അവൻ വീണ്ടും മെനുവിലേക്ക് ശ്രദ്ധിച്ചു. അപ്പോഴേക്കും വെയിറ്റർ എത്തി. അമ്മയ്ക്ക് എന്താ വേണ്ടത്? ഗോകുൽ തിരക്കി. AC-യുടെ തണുപ്പിലും വിയർത്തു തുടങ്ങിയ മീനാക്ഷിയമ്മ വല്ലവിധേനയും പറഞ്ഞൊപ്പിച്ചു. നീ തന്നെ പറഞ്ഞാൽ മതി. ഓക്കെ. അവൻ മെനു നോക്കി ഓർഡർ ചെയ്തു. 2 ഫ്രൈഡ് റൈസ്, സെറ്റ് ഡിഷ് ചില്ലി ചിക്കൻ ഹാഫ്, പിന്നെ ലൈം ജ്യൂസ് വേഗം വേണം. ശരി സാർ. വെയിറ്റർ കുറിച്ചെടുത്തുകൊണ്ട് പോയി. മീനാക്ഷിയമ്മയെ സൂക്ഷിച്ചൊന്ന് നോക്കിയിട്ട് കരുണാകരനും അവിടെ നിന്ന് മാറി. ഹോട്ടലുകാരുടെ ഓരോരോ തന്ത്രങ്ങളെ മുതലാളി തന്നെ നേരിട്ട് കസ്റ്റമേഴ്സിനെ ശ്രദ്ധിക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള പരിപാടിയാണ് ഇതൊക്കെ. അല്ലെങ്കിൽ നേരെ നടക്കാൻ വയ്യാത്ത ഇങ്ങനെയൊക്കെ ഇങ്ങനെ വരുമോ? പറഞ്ഞുകൊണ്ട് അവൻ മീനാക്ഷിയമ്മയെ നോക്കി. എന്നിട്ട് അപ്പോൾ കണ്ടതുപോലെ നെറ്റിച്ചുളിച്ചു. അമ്മയെന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല. അവർ ചിരിക്കാൻ ശ്രമിച്ചു. ഒരു തലവേദന പോലെ. ഗോകുലിന് മുഖം കൊടുക്കാതെ മീനാക്ഷിയമ്മ കായലിലേക്ക് നോക്കിയിരുന്നു. ഇടയ്ക്കിടെ കർച്ചീഫെടുത്ത് മുഖവും കഴുത്തും തുടച്ചു. അപ്പോഴേക്കും ഓർഡർ ചെയ്ത സാധനങ്ങൾ എത്തി. ഞങ്ങൾ മടങ്ങിപ്പോയാലെന്ന് വിചാരിക്കുകയായിരുന്നു. ക്ഷമിക്കണം സാർ, ഓർഡർ കിട്ടിക്കഴിഞ്ഞാണ് ഫുഡ് തയ്യാറാക്കിയത്. വെയിറ്റർ എല്ലാം നിരത്തി വെച്ചു. ഗോകുൽ കഴിച്ചു തുടങ്ങി. എന്നാൽ മീനാക്ഷിയമ്മയാകട്ടെ ഫ്രൈഡ് റൈസിൽ വെറുതെ ഫോർക്കും സ്പൂണും കൊണ്ട് ചികഞ്ഞിരുന്നതേയുള്ളൂ. ഗോകുൽ അത് കണ്ടതായി ഭാവിച്ചില്ല. തൻ്റെ അച്ഛൻ്റെ ഹോട്ടലിലെ ഭക്ഷണമാണ്. രുചിയോടും സംതൃപ്തിയോടും കൂടി അവനത് കഴിച്ചു. അവസാനം ലൈം ജ്യൂസിൻ്റെ ഗ്ലാസ് എടുത്ത് നിവർന്നപ്പോൾ ശ്രദ്ധിച്ചതുപോലെ ഇത്തവണയും അവൻ തിരക്കി. നല്ല ഭക്ഷണമല്ലേ അമ്മേ? അമ്മോട്ട് കഴിച്ചില്ലേ? എന്തോ എനിക്ക് രുചി തോന്നിയില്ല. എങ്കിൽ മറ്റെന്തെങ്കിലും ഓർഡർ ചെയ്യട്ടെ? വേണ്ട, പോകാം. ഗൂഗിൾ കൈനീട്ടി ഭിത്തിയിലെ സ്വിച്ച് അമർത്തി. വെയിറ്റർ വാതിൽക്കൽ തലനീട്ടി. സാർ, ഇനി എന്തെങ്കിലും? വേണ്ട, ബില്ല് കൊണ്ടുവന്നോളൂ. അവൻ എഴുന്നേറ്റ് കൈ കഴുകി. അല്പം കഴിഞ്ഞപ്പോൾ വെയിറ്റർ വീണ്ടും വന്നു. ബില്ല് തരട്ടെന്ന് മുതലാളി പറഞ്ഞു. അതെന്താ? ഗൂഗിൾ അവനെ തുറച്ചു നോക്കി. പകുതി തമാശയായി തിരക്കി. നിന്റെ മുതലാളിയുടെ ബർത്ത്ഡേയോ മറ്റോ ആണോ എന്ന്? ബർത്ത്ഡേ അല്ല, എന്നാൽ അതുപോലെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. വെയിറ്ററുടെ പിന്നിൽ നിന്നായിരുന്നു ആ ശബ്ദം. വെയിറ്റർ പെട്ടെന്ന് പിൻവാങ്ങി. ഹാഫ് ഡോറിൽ പിടിച്ചുകൊണ്ട് കരുണാകരൻ അവരെ നോക്കി പുഞ്ചിരിച്ചു. എൻ്റെ ഈ കാൽ വെട്ടിയെടുത്തതിൻ്റെ 25ാം വാർഷികമാണിന്ന്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ എത്തുന്ന പരിചയക്കാർക്ക് ബില്ല് കൊടുക്കുന്നില്ല. മീനാക്ഷിയമ്മ അത് കേട്ട് മുഖം കുനിച്ചിരുന്നു. പക്ഷേ ഗോകുൽ തിരക്കി. ഞങ്ങൾ നിങ്ങളുടെ പരിചയക്കാരല്ലോ, അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ബില്ല് തന്നുകൂടെ? ആര് പറഞ്ഞു പരിചയമില്ലെന്ന്? മീനാക്ഷിയമ്മ ഞെട്ടുന്നത് ഗോകുലും കരുണാകരനും കണ്ടു. അയാൾ തുടർന്നു. ഗോകുലം അച്ചാർ കമ്പനി ഉടമ മീനാക്ഷിയമ്മയല്ലേ നിങ്ങൾ? അയാൾ കൈ ചൂണ്ടി. തല കുലുക്കാതിരിക്കാനായില്ല മീനാക്ഷിയമ്മയ്ക്ക്. ഇത് ഏറ്റവും ഇളയ മകൻ ഗോകുൽ. മീനാക്ഷിയമ്മ ഒരിക്കൽ കൂടി തുടങ്ങി. ഞങ്ങളെ നിങ്ങൾ എങ്ങനെ അറിയും? അയാളുടെ സംസാരം ഇഷ്ടപ്പെടാത്ത രീതിയിലായിരുന്നു ഗോകുലിൻ്റെ ചോദ്യം. ഞാൻ മിസ്റ്റർ ശിവരാജൻ്റെ ഒരു പഴയ സുഹൃത്തായിരുന്നു. പണ്ട് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. മീനാക്ഷിയമ്മയ്ക്ക് ഓർമ്മ കാണില്ല. കടുപ്പിച്ചാണ് അയാൾ പറഞ്ഞത്. മീനാക്ഷിയമ്മയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങി ഓടണമെന്ന് തോന്നി. കരുണാകരൻ്റെ മുഖത്ത് ക്രൂരമായ ഒരു ചിരി പരന്നു. അയാൾ തുടർന്നു. എനിക്ക് ബർത്ത്ഡേയേക്കാൾ പ്രധാനമാണ് ഈ ദിവസം. എൻ്റെ കാൽ നഷ്ടപ്പെട്ട ദിവസം. പിന്നെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഇന്നത്തെ ദിവസത്തിന്. എനിക്കൊരു മകനുണ്ടായതും ഈ ദിവസമാണ്. തൻ്റെ പിറന്നാൾ. ഗോകുലിൻ്റെ മനസ്സ് ശരീരവും കുളിർത്തു. മീനാക്ഷിയമ്മയ്ക്ക് തല കറങ്ങി. വിദൂരതയിൽ എവിടെ നിന്നോ ഗോകുൽ ചോദിക്കുന്ന പോലെയാണ് പിന്നെ അവർ കേട്ടത്. എന്നിട്ട് ആ മകൻ എന്തിയേ? മീനാക്ഷിയമ്മയ്ക്ക് നെഞ്ചിടിപ്പ് കൂടി. അവർ കായലിലേക്ക് നോക്കി കാത് കൂർപ്പിച്ചിരുന്നു. എൻ്റെ മകനെ ഒരാൾ തട്ടിയെടുത്തു. എൻ്റെ കാൽ വെട്ടിമാറ്റിച്ചവർ തന്നെ. കരുണാകരൻ്റെ ശബ്ദം നനഞ്ഞു. ആരവർ? ഗോകുലിൻ്റെ ആ ചോദ്യം കൂടി കേട്ടതോടെ മീനാക്ഷിയമ്മയ്ക്ക് ശ്വാസം വിലങ്ങി. അവർ കരുണാകരൻ ബാക്കി പറയും മുമ്പ് മീനാക്ഷിയമ്മയുടെ കാതുകൾ കൊട്ടി അടയ്ക്കപ്പെട്ടതുപോലെയായി. കഥ തുടരും.